الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമളാനിൽ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളുമെല്ലാം. കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പില്ല. റമളാനിൽ ജീവിക്കുവാൻ ദീർഘായുസ് ലഭിക്കുക എന്നുള്ളത് വലിയ സൗഭാഗ്യമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് കണ്ടിരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ 6 മാസങ്ങൾക്ക് മുമ്പേ അവര് റമളാനിലേക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്തിരുന്നു എന്നാണ്. നമ്മളൊക്കെ അത്രത്തോളം ദുആ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സംശയമാണ്. നമ്മളവിടെ എത്തിപ്പെടലാണ്. നമ്മൾ പലപ്പോഴും റമളാന്റെ 2 ദിവസം മുന്നെയാണ് റമളാൻ ആണല്ലോ എന്ന് പോലും ചിന്തിക്കാറുള്ളത്. മാത്രമല്ല, ഒരു പെരുന്നാൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊന്നും പലപ്പോഴും റമളാനിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടാകാറില്ല. പെരുന്നാൾ വരുന്നതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ആകാശത്തേക്ക് നോക്കും, അഥവാ കണ്ടാലോ എന്ന നിലക്കാണ് പല ആളുകളും ഉണ്ടാകുക. അതുപോലെ തന്നെ റമളാനിന്റെ കാഴ്ചയെ അന്വേഷിക്കുമ്പോഴും പെരുന്നാളിന്റെ കാഴ്ചയെ അന്വേഷിക്കുമ്പോഴും 2 നിലവാരത്തിലാണ് അതിൻ്റെ അന്വേഷണം ഉണ്ടാകുക. സൂര്യൻ അസ്തമിച്ചൊരു 2 മിനിറ്റൊക്കെ ഉണ്ട്, അതെന്തായാലും കാണുമല്ലോ അല്ലേ എന്നാണ് പെരുന്നാൾ അന്വേഷിക്കുമ്പോൾ പറയാം. നോമ്പിനാവുമ്പോഴോ അപ്പൊ നമ്മൾ അന്വേഷിക്കുക എങ്ങനെയാണ്? സൂര്യ അസ്തമിച്ച 2 മിനിറ്റ് ഉണ്ട്, എന്തായാലും കാണുണ്ടാവൂല, അപ്പൊ നാളെ ഏകാൻ സാധ്യല്ല, മറ്റൊന്ന് ഏകമുള്ളൂ ഉണ്ടാകല്ലേ എന്ന നിലക്കാണ് പലപ്പോഴും നമ്മൾ ഈ റമളാനിനോടുള്ള ഒരു സമീപനം ഉണ്ടാകാറുള്ളത്. ഒരു മാനസികാവസ്ഥയാണത്. പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതും റമളാനിലേക്ക് എത്താനാണ്. കാരണം റമളാനാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ മുഴുവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരവസരം, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരവസരം. മാത്രമല്ല സഹോദരങ്ങളെ, ആ റമളാൻ മാസത്തിലാണ് ഒരു രാത്രിയെ അള്ളാഹു സംവിധാനിച്ചത്. ഖൈറും മിൻ അൽഫി ഷഹ്ർ, 1000 മാസത്തേക്കാൾ പുണ്യം. നമ്മളെ കൂടിയപ്പോൾ എത്ര കാലം ജീവിക്കുക?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. ശരാശരി എൻ്റെ ജനതയുടെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ ഒരു 60-നും 70-നും ഇടക്കാണ്. അത് വിട്ടുകിടക്കുന്നവരും വിരളമായിട്ടുണ്ട്, അവിടേക്ക് എത്താത്തവരുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു രാത്രിയിൽ നമ്മളൊരു നന്മ ചെയ്താൽ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള രാത്രി എന്നാണ്. 83 വർഷത്തിലധികം നന്മ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം കിട്ടും ആ ഒരു രാത്രിക്ക്. ആലോചിക്കണം, നമ്മൾ ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ അപ്പുറം നന്മ ചെയ്താൽ കിട്ടുന്ന പുണ്യമാണ് ഒരു രാത്രി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാത്രിയുള്ള റമളാൻ, വിശുദ്ധ ഖുർആൻ അവതീർണമായ റമളാൻ, ഒരു നന്മ ചെയ്താൽ കണക്കില്ലാത്ത പ്രതിഫലം നൽകാമെന്ന് പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്ത റമളാൻ, ഇതിന്റെ രാവും പകലും. പലപ്പോഴും നോമ്പ് എന്ന് പറഞ്ഞാൽ പല ആളുകളും ചിന്തിച്ചിട്ടുള്ളത് നോമ്പ് എന്ന് പറഞ്ഞാൽ അത് പകല് മാത്രമുള്ളൂ എന്നാ. അല്ല, രാവും പകലും നോമ്പാണ്. പകല് മാത്രമേ നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. രാത്രിയെ നമുക്ക് എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും കാണാം, ഒന്നുമില്ല. മറിച്ച് റമളാനിന്റെ ആ പിറവി കണ്ട 1-ാം തീയതി മുതൽ അത് അവസാനിക്കുന്നത് വരെ ഓരോ സെക്കൻഡുകളും നോമ്പ് തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും അമൂല്യമാണ്. ഓരോ സെക്കൻഡുകളും പരലോകത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടവനാണ് മുഅ്മിനായ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറഞ്ഞ് നമുക്കറിയാം. അതിലൊരു ആമീൻ പറയാനുള്ള കാരണം, റമളാനിൽ ജീവിച്ചിരിക്കാൻ ഒരു മനുഷ്യന്, ഒരു വിശ്വാസിക്ക് സൗഭാഗ്യം ലഭിച്ചിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത് പ്രാർത്ഥിക്കുന്നത് ആരാണ് സഹോദരങ്ങളെ? സാധാരണ ഒരു പ്രാർത്ഥനയല്ല. മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് പ്രാർത്ഥിക്കുന്നത്. ആമീൻ പറയുന്നതും സാധാരണ വ്യക്തിത്വമല്ല. മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആമീൻ പറയുന്നത്. സുഹൃത്തുക്കളെ, പാപമോചനം ലഭിക്കപ്പെട്ടവരായ നിലയ്ക്ക് ശവ്വാലിന്റെ പിറവി കാണുക എന്നുള്ളതാണ് ഈ റമളാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത്. എത്ര റമളാൻ നമുക്ക് കഴിഞ്ഞുപോയി അല്ലേ? നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രായം ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ അത്രയും റമളാൻ സഹോദരങ്ങളെ കടന്നുപോയി. ആർക്കെങ്കിലും ഒരു പ്രതീക്ഷ, എന്റെ കഴിഞ്ഞ റമളാൻ അല്ലെങ്കിൽ എന്റെ ജീവിതകാലത്ത് ഇതുവരെ കഴിഞ്ഞുപോയ റമളാനിൽ ഏതെങ്കിലും ഒരു റമളാനിനെ ഈ നിലക്ക് എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രൂപത്തിലേക്ക് എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന, അങ്ങനെ ആശ്വസിക്കാൻ കഴിയുന്ന എത്ര ആളുകളാണ് സഹോദരങ്ങളെ നമ്മളിലുള്ളത്? ഇല്ല എന്നുള്ളതാണ്. ഒരു ശരാശരി മനുഷ്യന്റെ നോമ്പ് എന്ന് പറഞ്ഞാല് അവന് രാവിലെ എഴുന്നേൽക്കും, സുബഹിക്ക് അത്താഴത്തിന് എണീക്കും, എന്തെങ്കിലും കഴിക്കും, കുറച്ചൊക്കെ ഓതും, പള്ളിക്ക് വരും, ആണ് കഴിഞ്ഞ് വീട്ടിൽ പോകും. പള്ളിയിലൊക്കെ നമ്മള് സുബഹിക്കൊക്കെ വന്നാൽ ഒരു 5 മിനിറ്റ് ഒന്നും ഇരിക്കൂല അല്ലേ സുഹൃത്തുക്കളെ? ഉദയം വരെ ആ പള്ളിയിൽ ഒന്നും അറിയാതെ ദിക്റുകളുമായി നിന്നാൽ അവന് ഒരു ഉംറ ചെയ്ത പ്രതിഫലം ഉണ്ട് എന്നാ. നോക്കൂ നിങ്ങൾ, നമ്മൾ ചിലപ്പോ സലാം വീട്ട് തന്നെ ഇവിടെ ഡോറിന്റെ അവിടെ നിന്നാണ് സലാം വീട്ട വീട് എവിടേക്കപ്പ ഈ ഓടണേന്ന് നോക്കിയാ ഒന്നുമില്ല. ചിലപ്പോ പുറത്തു വരുന്ന അവിടെ നിന്ന് വർത്താനം പറയും, അല്ലെ വീട്ടിൽ പോയിരുന്നു വെറുതെ 11 മണി 12 വരെ ഉറങ്ങൂല. എന്നാലും ആ പള്ളിയിൽ ഇരിക്കാൻ ഒരു കഴിയില്ല അല്ലേ? പിന്നെയോ, പിന്നെ ഏകദേശം ഒരു പണിയൊന്നും ഇല്ലാത്ത 11 മണി വരെയും കടന്നുറങ്ങും. എന്തെങ്കിലും ജോലി ഉള്ളവനുമ്പോ വരൊക്കെ എണീറ്റവും ജോലിക്ക് പോകും. എന്നിട്ടോ പിന്നീട് ളുഹറിനൊന്ന് കുളിച്ചിറങ്ങി പള്ളിയിൽ പോയിട്ട് പിന്നുള്ള ജോലി വീട്ടിലേക്ക് നോമ്പ് തുറക്ക് വേണ്ട വിഭവങ്ങൾ കണ്ടെത്തുക. കുടുംബനാഥൻ സ്കൂട്ടറൊക്കെ എടുത്ത് ഇങ്ങനെ ടൗണിൽ കൂടെ ഒന്ന് കറങ്ങി ഇങ്ങനെ കറങ്ങി വീട്ടിലേക്ക് വേണ്ടത് എത്തിച്ചുകൊണ്ടേ കൊടുക്കും. അസർ കഴിഞ്ഞാൽ വീട്ടിലുള്ള സ്ത്രീകളുടെ ജോലി ഈ കൊണ്ടുവന്ന സാധനത്തിന് രൂപാന്തരപ്പെടുത്തല, അതിനെ രൂപമാറ്റം വരുത്തി ഉരുട്ടിയതും പരത്തിയതൊക്കെ ആക്കി അതിനെ മാറ്റി. പിന്നെ അസറിന് വരുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള സ്വപ്നം, ഞാൻ കൊണ്ടുപോയി കൊടുത്ത ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാകും. ഇതും ദിവാസ്വപ്നം കണ്ടിട്ടാണ് പിന്നെ അവൻ നോമ്പ് തുറക്കായിരിക്കുന്നത്. നോമ്പ് തുറക്കുമ്പോഴോ നമ്മൾ രാവിലെ മുതൽ മഗ്‌രിബ് വരെ നമ്മൾ ആ നിയന്ത്രിച്ച എല്ലാ നിയന്ത്രണങ്ങളുടെയും കെട്ടുപൊട്ടിച്ച് 3 നേരം തിന്നേണ്ടതിന് 5 നേരം തിന്നേണ്ട ഫുഡ് നമ്മൾ അകത്താക്കും. എന്നിട്ട് ഇങ്ങനെ അങ്ങനെ കണ്ണൊക്കെ തള്ളിയിട്ടാണ് നമ്മൾ മഗ്‌രിബിക്ക് തന്നെ വരിക. എന്നിട്ട് റുക്കൂ ചെയ്യാനും വയ്ക്കൂല, സുജൂദ് ചെയ്യുമ്പോഴൊക്കെ ശ്വാസം മുട്ടും. ഇത് ശരീരത്തേക്ക് പിടിക്കണ സമയമാകുമ്പോഴത്തേന് ഇശാ ആകും.
അല്ലെ? ഇശാ കഴിഞ്ഞ അപ്പൊ തന്നെ തറാവി നമസ്കാരം, അതൊക്കെ ഒരു ഹാഫ് ഉറക്കത്തിലുണ്ടാവും. കണ്ണിങ്ങനെ ഇങ്ങനെ. ചിലർക്ക് സുജൂദൊക്കെ പോണ ഒരു സമാധാനം. നമ്മൾ കുറച്ചൊക്കെ ഒരു 1.5 മണിക്കൂറൊക്കെ നിസ്കരിക്കുമല്ലോ. അപ്പൊ സുജൂദ് പോയ കുറച്ചാൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കിടക്കും. അത് കിട്ടിയൊരു ആശ്വാസമാണ്. ഇമാം ഓതുന്നതിനെ കുറിച്ച് അറിയണില്ല, ഫാത്തിഹ അറിയണില്ല, അള്ളാഹിനോടുള്ള മുനാജാത്താണ്, ഇതൊന്നും അറിയണില്ല. അവസാനം സലാം വീട്ടിയാൽ പള്ളിയിലുള്ളൊരു നെടുവീർപ്പാണ്, ആകെ ദീർഘനിശ്വാസം. ഇന്നത്തെ കഴിഞ്ഞു, ഇനി നാളത്തെ വീട്ടിൽ കൂടി. അല്ലേ സഹോദരങ്ങൾ? ഇതാണ് ശരാശരി നമ്മുടെ നാട്ടിലെ നോമ്പെങ്കിൽ, സുഹൃത്തുക്കൾ, എന്താണ് നമ്മൾ ഈ നോമ്പ് കൊണ്ട് നേടുന്നത്? ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഇത് കാലങ്ങളായി നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നോമ്പ്, അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, തുടർത്തിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ടാണ് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ അൽ ഇൽമു ഖബ്ല അൽ അമലി, ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് അതിനെ കുറിച്ചുള്ള ഇൽമാണ്. നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അറിയണം നിസ്കാരം, അതിനെക്കുറിച്ചുള്ള അറിവാണ്. ആ നിസ്കാരത്തെ കുറിച്ചുള്ള എല്ലാ അറിവും സൂറത്ത് ദുആഉൽ ഇഫ്തിതാഹ് മുതൽ സലാം വരെ, നമ്മൾ വീട്ടുന്ന ആ സമയം വരെ ഓരോ ചലനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ദുആകൾ അർത്ഥം അറിയുണ്ടോ? അറിയണില്ല. ഫാത്തിഹയുടെ അർത്ഥം അറിയുണ്ടോ? അറിയണില്ല. റുക്കൂഇല് പ്രാർത്ഥിക്കേണ്ട അർത്ഥം അറിയുണ്ടോ? അറിയണില്ല. എന്താ ചൊല്ലില്ല? ഉണ്ട്. സുജൂദിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്, ഒരു അടിമ അവന്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് സുജൂദ്. അതുകൊണ്ട് ഫക്സിറു ദുആ, നിങ്ങൾ ധാരാളമായി സുജൂദിൽ ദുആ ചെയ്യണേ. സുജൂദ് എന്താ അത് പറയണത്? അറിയണില്ല. അല്ലേ? അത്തഹിയാത്തിന്റെ അർത്ഥം അറിയില്ല. ഇങ്ങനെ തുടങ്ങി സുഹൃത്തുക്കളെ, നമ്മുടെ നമസ്കാരം എന്താണ്? ഇത് നമ്മൾ ചെയ്യണില്ലേ? നമ്മളിത് പ്രായപൂർത്തിയായത് മുതൽ ചെയ്യുന്ന ഏർപ്പാടാണ്. പക്ഷെ നമ്മളിത് പഠിച്ചിട്ടില്ല, അറിവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിസ്കാരത്തിൽ ഭയഭക്തി ഇല്ല. ഉണ്ടോ? നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരിക. ഇമാം ഓതുമ്പോ ആ ഓത്തിലല്ല നമ്മൾ ശ്രദ്ധ ഉണ്ടാകുക. ആ ഓതുന്ന വ്യക്തിക്ക് എന്തെങ്കിലും തെറ്റിയാൽ പോലും നമുക്ക് ഓർമ്മ ഉണ്ടാകും. ഒരു റക്അത്ത് പോലും മറന്നാൽ ചില ആൾക്കാർ, അല്ലേ, ഇമാമും മറന്ന നമ്മൾ ബേക്കുന്നത് സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അപ്പൊ ചില ആൾക്കാരോട് ചോദിച്ചാൽ, അല്ല എനിക്ക് തെറ്റിയെന്നാ ഞാൻ തോന്നിയത്. കാരണം ഈ നിൽക്കണത് വേറെ ഹാലിലാണ്, മഅ്മൂമുകൾ വേറെ ഹാലിലാണ്. അതാണ് ചില ആൾക്കാർക്ക് സുബ്ഹാനല്ലാഹ് ചെല്ലണമെന്ന് അറിയാം, പക്ഷെ ഇത് എത്രയും നിസ്കരിച്ച് മൂപ്പർക്ക് തന്നെ അറിയില്ല. ഈ വേക്കലിക്കണമെന്ന് അറിയില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ തെറ്റ്, ഇനിയിപ്പോ അതന്നെ ഇല്ലേ, ഒന്ന് നിസ്കരിച്ച, രണ്ട്, ഇന്ന് ഒരു റക്അത്ത് നമ്മൾ വിട്ടോ, ഇത് കഴിഞ്ഞിട്ടാണ് ഒരു വട്ടമേശ, ഒന്ന് വിട്ടോ, അങ്ങനെ ചോദിക്കുക. എന്നുവെച്ചാ അതിന് ശ്രദ്ധല്ല. ഇങ്ങനെ തുടങ്ങി സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കരിക്കുന്നവർക്ക് നരകമാണ്, നാശമാണ്. അവരുടെ നമസ്കാരത്തിൽ അവർ അശ്രദ്ധരാണ്. അല്ലദീന ഹും യുറാഊൻ, ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയാ അവൻ നമസ്കരിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുക, നിസ്കരിക്കുന്നവർക്ക് നരകാണ്. ഭയഭക്തി ഇല്ല. എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെ, എല്ലാ ആഴ്ചയും ക്ലാസ്സും ഉണ്ടാവും. അല്ലേ? ക്ലാസ് കേൾക്കാത്തതുകൊണ്ടൊന്നല്ല നമ്മൾ നേരാകാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തെ പോലെ ദീന് കേൾക്കുന്ന ഒരു വിഭാഗം ഇവിടെ ആരാളുള്ളത്? മറ്റു മതങ്ങളൊക്കെ എടുത്തു നോക്കി നിങ്ങൾ, ആരാളുള്ളത്? മുസ്ലിം സമുദായത്തെ പോലെ നമ്മൾ 4ാം ക്ലാസ് മുതൽ കുട്ടികളെ മദ്രസക്ക് വിടും. അല്ലേ? അതിന് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഒരു 24 കുത്തുബയൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഒന്നൊന്നല്ല, നമ്മൾ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് കാണാം നമ്മളെ മൊബൈൽ ഫോണിൽ ക്ലിക്ക് 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 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഒരു 24 കേൾക്കാം. അതിൻ്റെ പുറമെ ഓൺലൈൻ സംവിധാനങ്ങൾ, അതിൻ്റെ പുറമെ ഡെയിലി 5 മിനിറ്റ്, ഡെയിലി 1 മിനിറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പ്രസംഗങ്ങൾ. അല്ലേ? എന്നിട്ട് നമുക്കും എല്ലാം മാറ്റമുണ്ടോ? കുന്നു കുലുങ്ങിയാലും കുഞ്ഞാച്ച കുലുങ്ങൂലാർന്നായി നമ്മളെ സമീപനം. ഞാൻ ആ പോണമായിരുന്നു ഒരർഫ് അധികം. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കുക, കഴിഞ്ഞ കൊല്ലം നമുക്ക് എത്ര ഖുർആന്റെ ആയത്ത് അറിഞ്ഞിരുന്നു? അതിന് ഒരായത്തെങ്കിലും അധികം ഈ കൊല്ലായത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇന്നും നമ്മുടെ നാട്ടിൽ ഓരോ പള്ളിയിലും ഇമാമൊക്കെ ഇവിടുന്ന് ആള് വരണം എന്ന് അറിയിക്കും. ഉത്തരേന്ത്യയിൽ നിന്ന് ആള് വരണം.
നമ്മളൊരു 4 ദിവസം ഇമാമുർത്തി 5ാമത്തെ ദിവസം ഓതാൻ നമ്മളത്തെ ഇഫ്തുണ്ടാവൂല അല്ലെ? ഒരു പേജ് ഒന്ന് ഓതി ഒരു ദിവസം തറാവീഹിക്കാൻ ഒരു പേജ് ഓതിയിട്ട് ഒരു 4 പേജ് 4 ഏട ഓതാൻ നമുക്ക് കഴിയുണ്ടോ? ഞാൻ ഓതുമ്പോ തന്നെ 25 തെറ്റും ഉണ്ടാവും. നമ്മുടെ ദീനിനോടുള്ള സമയം, ദീന് പഠിക്കുന്ന രംഗത്ത് നമ്മൾ സുഹൃത്തുക്കളെ ഏറെ പിറകിലാണ്. മാത്രമല്ല ദീനീ സ്ഥാപനങ്ങളോട് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ഒരു 10 കൊല്ലമായി തുടങ്ങിയ മദ്രസക്കാരൻ അതിങ്ങനെ മരിച്ചോ ജീവിച്ചോ എന്ന് പറഞ്ഞാൽ ഇരിക്കാരും ഉണ്ടാകുക അല്ലേ? നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമോ? അതുമില്ല. പഠിപ്പിക്കാൻ വിട്ടാലോ 1 മണിക്കൂർ അരമണിക്കൂർ, അപ്പൊ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മറ്റേ സ്കൂള് അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ദീന് പഠിക്കുക എന്നുള്ളത് സുഹൃത്തുക്കളെ, ഇൽമ് നേടുക എന്നുള്ളത് വാജിബുൻ, ഓരോ വ്യക്തിയുടെ പേര് നിർബന്ധ ബാധ്യത. വാപ്പ പഠിച്ചുകൊണ്ട് മക്കൾ രക്ഷപ്പെടൂല, മക്കൾ പഠിച്ചുകൊണ്ട് വാപ്പയും രക്ഷപ്പെടൂല. ദീന് പഠിക്കൽ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അറിവിന്റെ മാർഗത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഖലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. ദീനിന്റെ മാർഗത്തിലേക്ക്, അത് പഠിക്കുന്ന മാർഗത്തിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള പാത അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ വിശ്വാസികളായ ആളുകളെയും അതുപോലെ തന്നെ അറിവ് നൽകപ്പെട്ടവരെയും അള്ളാഹു പടിപടിയായി ദറജകൾ ഉയർത്തുന്നതാണ്. കണ്ടോ, അറിവ് നൽകപ്പെട്ടവരുടെ ദറജകൾ നാളെ പരലോകത്ത് അല്ലാഹു ഉയർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല ഫദ്ലുൽ ആലിമി അലൽ ആബിദി, ഒരു ആബിദായ മനുഷ്യന്റെയും ഒരു ആലിമായ മനുഷ്യന്റെയും ആ രണ്ടുപേരുടെയും പ്രത്യേകത എന്താണ്? ആബിദായ മനുഷ്യനേക്കാൾ ഒരുപടി മുന്നിലാണ് ആലിമായ മനുഷ്യൻ. നല്ലോണം ആരാധനകൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ദീന് പഠിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരാണ് മെച്ചപ്പെട്ടവന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദീന് പഠിക്കണവനാണ്, ദീന് പഠിച്ചവനാണ്, അവനാണ് മെച്ചപ്പെട്ടവൻ. ഏതുപോലെ? കഫളിൽ ഖമരി ലൈലത്തുൽ ബദരി അലാ സായിരിൽ കവാകിബി, ഇതര നക്ഷത്രങ്ങളിൽ നിന്ന് പൂർണ്ണ ചന്ദ്രൻ ഏത് രൂപത്തിലാണോ വ്യതിരിക്തമായിട്ടുള്ളത്, അതുപോലെയാണ് പ്രിയമുള്ളവരെ മതബോധമുള്ള മതമറിയുന്ന ആലിമായ മനുഷ്യൻ. മറ്റു നക്ഷത്രങ്ങളൊക്കെ ചെറുതായി കാണൂലേ, അതിൽ വലുതായി കാണുന്ന ആ പൂർണ്ണചന്ദ്രനെ പോലെയാണ് ആലിമായ മനുഷ്യൻ. ഇത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അവർ അമ്പിയാക്കളുടെ അനന്തരമെടുത്തവരാണ്. ഇന്നൽ ഉലമാഅ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരമെടുത്തവരാണവർ. കാരണം അമ്പിയാക്കൾ അനന്തരമായി നൽകിയത് ദീനാറല്ല ദിർഹമല്ല, മറിച്ച് അവർ ഇൽമാണ് അനന്തരമായി നൽകിയത്. അത് ആർക്കാണോ ലഭ്യമായത് അവർക്ക് അതിന്റെ പരിപൂർണമായ ആ അറിവ് നൽകപ്പെട്ടവരാണ്. ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അങ്ങനെ അവർക്ക് ശ്രേഷ്ഠത ഉണ്ട് അറിവുള്ളവർക്ക്, ദീനീപരമായ അറിവുള്ളവർക്ക്, അല്ലാത്തവർക്കല്ല. ഈ അറിവിന്റെ കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിച്ചൊക്കെ ദുന്യവിയായ അറിവല്ല, മതപരമായ അറിവാണ്. നമ്മളെ കുട്ടികൾക്ക് എഞ്ചിനീയർ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, മയ്യത്ത് നിസ്കരിക്കാൻ പോലും മിനിമം അറിയില്ല. നമ്മൾ ലക്ഷങ്ങളും കോടികളൊക്കെ പഠിപ്പിച്ചെടുത്ത് വളർത്തിയിട്ടുണ്ടാവും. അവനാ മരിച്ചാല് ഒന്ന് മുമ്പിൽ നിന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. മരിച്ചു കഴിഞ്ഞാലുള്ള ഒന്നാമത്തെ ബാധ്യത എന്താ? ആ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാന്ന്. ഇസ്തിഗ്ഫാർ ചോദിക്കേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പാണ് സുഹൃത്തുക്കളെ ആ മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കരിക്കേണ്ട മോനജ്ജാണ് പ്രാർത്ഥിക്കാൻ കുറച്ച് നല്ലത്. ഏത് മൂല്യരെക്കാട്ടിലും നല്ലത് മക്കൾ തന്നെയാണ്. കാരണം ഹൃദയത്തിൽ നിന്ന് അവനാന്റെ വാപ്പ മരിച്ചാലേ, അവനാന്റെ അമ്മ മരിച്ചാൽ എന്റെ അമ്മക്ക് പുറത്തു കൊടുക്കണേന്ന് 1000 കിട്ടിയിട്ട് പ്രാർത്ഥിക്കണവനെക്കാട്ടിലും മെച്ചം മകനും മകളും തന്നെയാണ്. പക്ഷെ എത്ര റക്കൂണ്ട് ചോദിക്കും, ചിലപ്പോൾ എത്ര സുജൂദുണ്ട് ചോദിക്കും. അങ്ങനെയുള്ള മക്കളാണ്. ആരാണ് സുഹൃത്തുക്കൾ ഇതിന്റെ കുറ്റക്കാരെ അറിയോ? മരിച്ചെടുക്കണ മനുഷ്യനാണ്.
അവനാന്റെ മക്കൾക്ക് ദീനീ ബോധത്തിന്റെ ബാലപാഠം പോലും പഠിപ്പിച്ചു കൊടുത്തില്ല. നിങ്ങൾ ചോദിച്ചോക്കണം, അവനാന്റെ കുട്ടികളോട് നിസ്കരിക്കാറിയോ? ആ നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ പോലും അറിയില്ല. എത്ര മക്കളുണ്ട് അറിയോ? ഓന് ചിലപ്പോൾ ഫുൾ A+ ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല കഴിവുണ്ടാവും, പക്ഷേ ദീനീപരമായി വട്ടപൂജ്യമായിരിക്കും സുഹൃത്തുക്കളെ. അതിന് മാതാപിതാക്കളും കുറ്റക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളിൽ പെട്ടതാണ് അൻ യുഅല്ലിമഹു ഇദാ അകല, അവന് ബുദ്ധിയുള്ള സമയത്ത് അവന് മതപരമായ അറിവ് നൽകുക എന്നുള്ളത് മക്കൾക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശമാണ്. പടച്ചോന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. 4 വരെ മദ്രസയിൽ വിട്ടാല് കുട്ടിക്ക് ദീനായി എന്ന് വിചാരിച്ചാല് സുഹൃത്തുക്കളെ പടച്ചോന്റെ മുന്നിൽ രക്ഷപ്പെടൂല. അതുകൊണ്ട് മതപരമായ അറിവ് സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എത്ര പുണ്യമാണ് മതപരമായ അറിവ് നേടൽ, എത്ര പുണ്യകരമാണ്. അറിവ് നേടുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ച വ്യക്തികളായ ആളുകൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സംരക്ഷണം നൽകും. മാത്രമല്ല മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യും. വ അഹ്ലുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഹത്തൻ നംലത്തല്ലതി ഫീ ജുഹരിഹാ, മാളത്തിലുള്ള ചെറിയ ചെറിയ കുഞ്ഞെറുമ്പുകൾ വരെ അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വഹത്തൽ ഹൂത, അതേ ആഴിയുടെ അഗാധതയിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ പോലും അവർക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും, എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നന്മ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ദീന് പഠിക്കുന്നവർക്ക് കിട്ടുന്ന പുണ്യത്, എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സാധാരണ പ്രാർത്ഥനയൊന്നുമല്ല, മലക്കുകൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സംരക്ഷണം നൽകുന്ന, അവർക്ക് പ്രത്യേക സംരക്ഷണം നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ദീന് പഠിക്കുന്ന ആളുകളാകണം. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമർ മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, അത് ഖുർആൻ പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്. ഈ രണ്ടിലും കെട്ടൊരു സമൂഹമല്ല ഖൈറുമ്മത്തിൽ. ന്യൂട്രലായിട്ട് പഠിക്കൂല പഠിപ്പിക്കൂല അങ്ങനത്തെ കൗമില്ല. നമ്മൾ ഖൈറുമ്മത്താണെങ്കിൽ കുൻതും ഖൈറു ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളാണെങ്കിൽ പ്രിയമുള്ളവരെ ഖൈറു ഉമ്മത്തിന്റെ പ്രത്യേകത ഒന്നുകിൽ അവർ ഖുർആൻ പഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരാണ്. അപ്പോഴേ ഖൈറു ഉമ്മത്താകുള്ളൂ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളിപ്പോൾ ഇതിൽ ഏതിലാ പെടുക? എങ്ങനെ കൂട്ടി നോക്കിയാലും നമ്മൾ രണ്ടിലും പെടൂല ചിലപ്പോൾ, അല്ലേ? എങ്ങനെ തിരിച്ചും മറിച്ചും കൂട്ടിയാലും ഇപ്പൊ രണ്ടിലും പെടൂല. അതാ പറഞ്ഞ സുഹൃത്തുക്കളെ, ഇപ്പൊ ഈ റമളാൻ എന്ന് പറഞ്ഞാൽ തന്നെ സുഹൃത്തുക്കളെ ഖുർആനിന്റെ മാസമാണ്. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ചെയ്യണം എന്താ അറിയോ? ഇതിങ്ങനെ ഓതി തീർക്കാനുള്ള വ്യഗ്രതയിലാണ് നമ്മള്. അത് വേണ്ടാന്നൊന്നുമല്ല, പക്ഷെ അതിന്റെ ആ ഓത്തിന്റെ ഒക്കെ ഒരു കോലം എന്താ അറിയോ? ഇപ്പൊ ഏകദേശം ഒരു 3-4 ഇതൊക്കെ കഴിഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ പിന്നിക്ക് മറിച്ചു നോക്കണ്ടാവും. ഇങ്ങോട്ട് നമ്മൾ ഓതിയിട്ട് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ടാ മറിച്ചു നോക്കുക. അത് 30ന്റെ ഉള്ളിൽ തീരുമോന്നറിയാൻ. ഇനി ഒരു 10 കഴിഞ്ഞാൽ നമ്മളെ ഓത്തിന്റെ സ്പീഡും അതിന്റെ രീതിയൊക്കെ മാറും. ഇപ്പൊ നമുക്ക് മഖ്റജ് ഉണ്ടാവും, ശ്രദ്ധ ഉണ്ടാവും, മദ്ദൊക്കെ ഉണ്ടാവും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാലേ നമ്മളിങ്ങനെ പിന്നിക്ക് മറിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല അത് തീരും തോന്നില്ല. അപ്പൊ മദ്ദൊക്കെ കൊണ്ട് ഒഴിവാക്കും. മനസ്സിലാവുണ്ടോ? എന്നിട്ടും പിടിച്ചു നോക്കും. ഒരു 15-20 ഉണ്ടായ തോന്നുന്നില്ല, ഇതെങ്ങനെ ഒരു പ്രാവശ്യം പോലും തീരൂല കേട്ടോ. പിന്നെ എന്താ അറിയോ? പിന്നെ ഇതൊരു മൂളലാണ്. ശ്രദ്ധുമില്ല, മദ്ദുമില്ല, നൂനുമില്ല, മീമുമില്ല. പിന്നെ ഇങ്ങനെ ഒരു മൂളലിങ്ങനെ കേൾക്കാം. ഇതാകെ ചെയ്യണം നമ്മള് റമളാനിലാണ് അല്ലേ? റമളാൻ കഴിഞ്ഞാൽ ഈ അടുക്കി വെച്ചതുമൊക്കെ പൊടി ഉണ്ടാവും. ഈ പൊടി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്താ അറിയോ? അവിടുത്തെ ഖുർആൻ എടുക്കണില്ലാണ്. ഖുർആൻ എടുക്കണില്ല. ഈ ഖുർആനുമൊക്കെ പൊടി ഉണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഖുർആൻ ഓതാ ഒരു മനുഷ്യൻ എടുക്കണില്ല എന്നാണ്. ഇപ്പൊ എവിടെയും പൊടി ഉണ്ടാവൂല. ഇപ്പൊ നമ്മളെല്ലാരും എടുത്തൊന്ന് ഒരു പേജെങ്കിലും ഒന്ന് ഓതാൻ ശ്രമിക്കും, അല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല, അതുകൊണ്ട് തീരുന്നില്ല. ഖുർആനിലൂടെ നമുക്ക് 4 ബാധ്യത ഉണ്ട്. ആ ഖുർആൻ നമ്മൾ ഓതണം. ഓതിയ വലിയ പുണ്യുണ്ട്, വലിയ സംശയമൊന്നുമില്ല.
രണ്ട് സുഹൃത്തുക്കളെ, ആ ഖുർആൻ നമ്മൾ അതിന്റെ അർത്ഥം പഠിക്കണം. മൂന്നാമത്തെ ബാധ്യത അത് ജീവിതത്തിൽ പകർത്തണം. നാലാമത്തെ ബാധ്യത അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ 4 ബാധ്യത ഖുർആനിനോട് നമുക്കുണ്ട്. 4 ബാധ്യത നമുക്ക് ഖുർആനിനോടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ആകെ ചെയ്യുന്നത് ഈ ഖുർആൻ നിങ്ങൾക്കറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് 3-4 ദിവസം കൊണ്ട് ഓതി തീർത്തിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആന് 3-4 ദിവസം കൊണ്ട് ഓതി തീർക്കുക. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളിപ്പോ ഇത് 30 ദിവസം കൊണ്ട് തന്നെ ഏണി മൂലിയാണ് തീരുമ്പത്തിന് നമ്മളിങ്ങനെ ഉറപ്പിച്ചിരിക്കും, ഓ ഇനിയിപ്പോ ഞാൻ സ്വർഗത്തേക്ക് തന്നെ. കാരണം ഇപ്പൊ 30 ദിവസമൊക്കെ പോയിട്ട് ഇതാണ് തീർത്തല്ലോ, പിന്നെ ഞാൻ തറാവിയൊക്കെ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ ഞാൻ സ്വർഗത്തേക്ക് തന്നെ. ഇങ്ങനെ നമ്മളെ ചിന്ത വരിക അല്ലേ? എന്നാ സഹാബത്ത് അങ്ങനെയല്ല. ഒരു സുഹൃത്തുക്കൾ ഇതൊക്കെ പഠിച്ച് ജീവിതത്തിൽ പകർത്തി എല്ലാം പടച്ചോന് കൊടുത്തവരാണ്. ഇത് വെറുതെ പറയുന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി വിടുമ്പോ പറയണ എന്താ അറിയോ? യുദ്ധത്തിന് വേണ്ടി വിടുമ്പോ പറയാണ്, കൊടി പിടിച്ച താങ്കൾ ഇതിൽ ഷഹീദാകും, അപ്പൊ അടുത്ത ആളെ ഏൽപ്പിക്കണം. അപ്പൊ കൊടി ആര് പിടിക്കണം? അടുത്ത ആള് പിടിക്കണം. താങ്കളും ഷഹീദാകും, അപ്പൊ ആ കൊടിയുടെ തിന്നാള് പിടിക്കണം. എന്നിട്ട് അവർ യുദ്ധത്തിന് പോണത്. ഓർക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല ഷഹീദാകും എന്നുള്ള കാര്യത്തിൽ. സ്വർഗത്ത് വെച്ച് കാണാത്ത ഭാര്യയോടും മക്കളോടും അവര് യാത്ര പറഞ്ഞു പോണത് കണ്ടോ? ജീവനെന്ന് കൊടുക്കാൻ. നമ്മളോട് എവിടെയെങ്കിലും ഒരു വയലുണ്ട്, അവിടെ ഒരു കല്ലേറുണ്ട് പറഞ്ഞാൽ നമ്മൾ അവിടുന്ന് എങ്ങനെ മുങ്ങാൻ പറ്റുക നമ്മൾ ആലോചിക്കുക. കൂടിയ ഒരു കല്ലേറ ഉണ്ടാകുക അല്ലേ? ഒരു കല്ല് വന്ന് ചിലപ്പോൾ നമ്മൾ വെയിലിട്ടു. ഇതേപോലെ എന്നാൽ തന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എത്താൻ പറ്റുക നമ്മൾ ആലോചിക്കുള്ളൂ. നമ്മളെ ഈമാൻ അങ്ങനെ ഉണ്ടാകുക. അതുപോലെ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. പടച്ച റബ്ബ് അവർക്ക് നൽകിയ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പടച്ച റബ്ബിന് അവർ തിരിച്ചു നൽകിയവരാണ്. എല്ലാവരും തിരിച്ചു കൊടുത്തവരാണ് സുഹൃത്തുക്കളെ. എന്നിട്ടും വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ പേടിച്ച് വിറകൊള്ളുകയാണ്. കണ്ടോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു, അതിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിന്റെ ഉടമയുടെ ദേഷ്യമോർത്തുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിച്ചില്ല. അത് ഉമറിനുള്ള കൊട്ടാരമാണ്. ഇത് എവിടുന്ന പറയുന്നറിയോ? ജീവിച്ചിരിക്കുന്ന ഉമർ അള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് പറയുന്നത്. അദ്ദേഹം കരഞ്ഞുപോയി. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 2ാം ഖലീഫയായി ഉമർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ, എനിക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊട്ടാരുണ്ട് എന്ന് പറഞ്ഞാണ്, എനിക്കിപ്പോ എന്തായാലും പ്രശ്നമല്ല. ചിന്തിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ ഉറക്കം പോയി. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. വേഷപ്രച്ഛനായി താൻ ഭരിക്കുന്ന നാടിന്റെ മുക്കുമൂലകൾ അദ്ദേഹം സഞ്ചരിക്കാൻ. നീതിമാനായ ഭരണാധികാരി എന്ന് ലോകം വിളിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, സ്വർഗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് സമാധാനമായിട്ടില്ല. നമുക്ക് അതിന്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. അങ്ങനത്തെ നമ്മളത് ഉറപ്പിച്ച് നടക്കുകയാണ്. നമ്മളിപ്പോഴും നമ്മളെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ആരെ കുറിച്ച് ചിന്തിക്കണത്? മറ്റവനെ കുറിച്ചിട്ടാണ്. ഓനെങ്ങനെയാണ് സ്വർഗത്തിലാക്കണം, ഓന് മോശമാണ്, ഓന്റെ കുറെ ശരിയല്ല, അവനാന്റെ അടുത്ത് എത്ര ശരിയുണ്ട് എന്ന് ആരും ഇതുവരെ ചിന്തിക്കണില്ല. ഞാൻ എത്രത്തോളം ശരിയാണെന്ന് എന്താണ് സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കാത്തത്? ഞാൻ ചെയ്യുന്ന ആരാധനകൾ എത്രത്തോളം പടച്ച റബ്ബ് കബൂൽ ചെയ്യാൻ പര്യാപ്തമായതാണ്, എന്താ നമ്മൾ ചിന്തിക്കാത്തത്? മറ്റവരൊക്കെ പാട് സ്വർഗത്തിലാക്കാൻ നടന്നിട്ട് അവനാ നരകത്തിക്കണം കൊണ്ട് ഗതികേടുണ്ടാവും. റമദാനിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അവനാനെ കുറിച്ചിട്ടാണ്. റമദാനിൽ നമ്മൾ ആലോചിക്കേണ്ടത് അവനാനെ കുറിച്ചിട്ടാണ്. അതിന് ഏറ്റവും പ്രധാന സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ബോധവും അറിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്, ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്, ദീന് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രാഥമികമായി ചെയ്യുന്നതിനെ കുറിച്ച് പോലും സുഹൃത്തുക്കളെ അറിവില്ലാത്ത മനുഷ്യരായി നമ്മൾ മാറുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല? ഒരു പേടിയില്ല, നിസ്കാരത്തിൽ ഒരു ഭയഭക്തി ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോ വയലുകെട്ട് ഇവിടെ പുറത്തിറങ്ങിയാൽ കൂടിയൊരു അഭിപ്രായം പറയും, കുഴപ്പമില്ല, നല്ല ഉഷാറായിരുന്നു പറയും. അല്ലെങ്കിൽ ആട് പോരാ, അടുത്ത പ്രാവശ്യം വിളിക്കണ്ട, വേറെ ആൾ നോക്കാറ് അല്ലേ? ഇതിന്റെ അപ്പുറം
ഇതൊക്കെ ദീനിന്റെ കാര്യമാണല്ലോ പടച്ചോന്, ഞാനൊക്കെ കുറെ മാറേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? വളരെ വിരളാണ്. ആരുമില്ല. ഒരു അഭിപ്രായം പറയാം, ഒരു അത് കൂടെ കേൾക്കത്. നമ്മൾ വെള്ളിയാഴ്ച കുത്തുബ കേട്ട അങ്ങനെ ഭയങ്കര അനുഭൂതിയിൽ അല്ലേ? ആ ആഴ്ച ഇല്ലാത്തവനെ കണ്ടാ പറയും, ഇജ്ജ് എവിടെ ഇരുന്ന് കഴിഞ്ഞ ആഴ്ച ഇജ്ജ് കേൾക്കണ്ട കുത്തുബയായിരുന്നു ഇട്ടാറ്. എന്നപ്പോ എന്തേ പറഞ്ഞു വെച്ചാലോ, ഇപ്പൊ എന്തൊക്കെയാ അങ്ങോട്ട് പറഞ്ഞു, അപ്പൊ ഓർമ്മ ഉണ്ടായിന്ന് പറഞ്ഞു. പറഞ്ഞെടുക്കാൻ മൂപ്പർക്കും അറിയില്ല, മൂപ്പർക്ക് ആ അനുഭൂതിയിൽ ഇങ്ങനെ. ഇതാണ് നമ്മളെ ദീനിന്റെ കേൾവിയുടെ പ്രത്യേകത. എന്നാൽ നമ്മളോട് ആരെങ്കിലും 10 കൊല്ലം മുമ്പേ പറഞ്ഞ എന്തെങ്കിലും ഒരു കുത്തുവാക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴും മറന്നിട്ടും ഉണ്ടാവില്ല. അത് മറക്കേണ്ട സാധന. നമ്മളെ കുടുംബത്തിൽ ഏട്ടരഞ്ജന ഓനെ ആ 10 കൊല്ലം മുമ്പേ അന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, ഒരിടെ മുണ്ടൂല, അത് മറന്നിട്ടും ഉണ്ടാവില്ല. മറക്കേണ്ടതൊക്കെ നമ്മൾ ഓർക്കും ചെയ്യും, ഓർക്കേണ്ടതൊക്കെ മറക്കും ചെയ്യും. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ സുഹൃത്തുക്കളെ, പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന അറിവ് നമുക്കുണ്ടാകണം. കാരണം വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. കണ്ടോ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവന്റെ അടിമകളിൽപ്പെട്ട വിവരമുള്ളവരാണ്, അറിവുള്ളവരാണ്. ഉലമാറിന് കുറെ കോലും വെട്ടും ഇതൊക്കെ ഉണ്ടാകലെന്നല്ല. പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന അറിവുണ്ടോ, ഓൻ ആലിമാണ്. അതില്ലേ കാര്യമൊന്നുമില്ല. പടച്ചോനെ ഭയപ്പെടുന്ന, അല്ല വേഷഭൂഷാദികളൊന്നല്ല ഒരു ആലിമിനെയും സാധാരണക്കാരെയും വേർതിരിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇങ്ങനെ വരികയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ. സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ചോദിക്കുകയാണ്, മൻ മുഹമ്മദ്, ആരാണ് ഇത്ത മുഹമ്മദ് എന്ന് വെച്ചാൽ അതിലിങ്ങനെ ഒരു പച്ചപ്പുതപ്പ് കെട്ടിട്ട് ഇങ്ങനെ ഒരു കെട്ടൊക്കെ കെട്ടി മൂപ്പരിങ്ങനെ അഭാവത്തിൽ ഇങ്ങനെ മൂപ്പരിയ്ക്കുക, സഹാബത്ത് താഴിക്കുക, അങ്ങനെ ഇരുന്നില്ല. ആ സഹാബികൾക്കിടയിൽ ഇരിക്കണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് അറിഞ്ഞിരുന്നില്ല. മനസ്സിലാണ്ടോ? അപ്പൊ വേഷഭൂഷാദികളിലൊന്നല്ല, പടച്ചോനെ ഭയപ്പെടുന്നതിൽ ആ നിലക്കുള്ള ദീനീപരമായ അറിവുണ്ടോ സുഹൃത്തുക്കളെ, അതാണ് യഥാർത്ഥത്തിലുള്ള ആലിമിന്റെ ലക്ഷണം. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നമാ അഖ്ശാ അൻ യകൂന അവ്വലു മാ യസ്അലുനി അൻഹു റബ്ബി അൻ യഖൂല ലീ മാദാ അമിൽത ഫിമാ അലിംത. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ ഭയപ്പെടുന്നത് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെയാണ്. പടച്ച റബ്ബിന്റെ അടുക്കലെത്തിയാൽ പടച്ച റബ്ബ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാദാ അമിൽത ഫീമാ അലിംത, നീ പഠിച്ചത് കൊണ്ട് നീ എന്താണോ പ്രവർത്തിച്ചത്, ഇതാണ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. കണ്ടോ, അദ്ദേഹം പറയാണ്, ഞാൻ ആ ഒരു പേടിയിലുള്ളത്. സഹാബത്തിനൊക്കെ എത്ര ഉന്നതിയിലാണ് സുഹൃത്തുക്കളെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ, അസ്ഹാബി, എന്റെ സഹാബത്ത് അവർ നക്ഷത്രങ്ങളെ പോലെയാണ്. അത്രയും ഉയർച്ചയിൽ ഉന്നതിയിലുള്ള ആളുകളാണ്. ഓർക്ക് പോലും പേടിയായിരുന്നു പടച്ചോനെ, അങ്ങേയറ്റത്തെ ഭയമായിരുന്നു അവർക്ക്. നമുക്കൊരു ഹറാമ ചെയ്യുമ്പോൾ യാതൊരു മടിയില്ല, ഒരു ഭയമില്ല അല്ലേ? ഒരു ചെയ്യാൻ നിർബന്ധമായ കാര്യത്തിൽ വീഴ്ച വരുത്തുമ്പോഴും ഒരു പേടിയില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒരു നിസ്കാരത്തിന് സമയം തെറ്റിയാൽ പോലും നമുക്ക് വലിയ അത് അപ്പഴും നോക്കാം, അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മൾ വിചാരിക്കും റമളാൻ മാത്രം നിർബന്ധാക്കിയതാണ് 5 നേരത്തെ ജമാഅത്ത് നിസ്കാരം അല്ലേ? ആദ്യ ദിവസമൊക്കെ കണ്ടപ്പോ ഇങ്ങനെ പള്ളി കമ്മിറ്റിക്കാർ കൂടുതൽ ഇപ്പൊ ഒന്നുകൂടി പൊളിച്ച് നിർത്തേണ്ടി വരുമോ, ഒന്നുകൂടി ഒക്കെ വലുതാക്കേണ്ടി വരുമോ? കാരണം ഔലുങ്കരമ വരെ ആളേക്കാരാ. ഇപ്പൊ ഏകദേശം ആ ഔലുങ്കരക്കാണ് പോയിട്ടുണ്ടാവും. ഇനി 10 കഴിഞ്ഞാൽ ഇനിയും പോകും 2-3 സഫും കൂടി. 20 കഴിഞ്ഞാണ്ടല്ലോ പഴയ 1-1.5 സഫ് തന്നെ ഉണ്ടാകുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ഈ രാത്രി നിസ്കാരം തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. 3 ദിവസം. ആദ്യത്തെ ദിവസം കുറച്ച് സഹാബികൾ, രണ്ടാമത്തെ ദിവസം നോക്കുമ്പോണ്ട് നിറച്ച ആളുകൾ, മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തി വെച്ചു, ഇത് ഫർളാക്കുമെന്ന് ചോദിച്ചിട്ട്. നമ്മൾ നേരെ ഉൾട്ടേണ്. ആദ്യത്തെ ദിവസം നിറച്ച ആളുകളാണ്, രണ്ടാമത്തെ ദിവസം നോക്കിയാൽ പിന്നീട് പോയി അടുത്ത്, മൂന്നാമത്തെ ദിവസം നോക്കിയാൽ പിന്നെ അടുത്ത സഫ് പോയി. ഇങ്ങനെ അവസാനം ഏറ്റവും ഉത്തമമായ രാത്രി ഉൾക്കൊള്ളുന്ന അവസാനത്തെ 10 എടുത്ത് നോക്കിയാൽ ആ 1-1.5 സഫ് ഇങ്ങനെ ആ മുമ്പുണ്ടായിരുന്ന മനുഷ്യന്മാരുണ്ടാവും. അതാണ് നമ്മുടെ കൊല. ഇത് നമുക്ക് സ്വർഗം കിട്ടും വേണം. അതാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണല്ല. നമ്മളിട്ട് സ്വർഗത്തിന് തരുന്ന എന്താ? ഈ സഹാബിമാരുടെ കൂടെ, ഈ അമ്പിയാക്കളുടെ കൂടെ, ഈ ഔലിയാക്കളുടെ കൂടെ, ഈ സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോണേ പടച്ചോനെ.
ഇത് നമ്മൾ തേടും ചെയ്യുന്നുണ്ട് അല്ലേ? അതിനനുസരിച്ച് എന്തെങ്കിലും നമ്മളത്തിലുണ്ടോ, ചെയ്യുന്നുണ്ടോ? ഇല്ല. സുഹൃത്തുക്കളെ, നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? അത് കിട്ടണ്ടേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സഹാബത്തിന്റെ ഒക്കെ രീതി എന്തായിരുന്നു അറിയോ? ഹസൻ റഹിമഹുല്ല പറയാണ്, കാന റജുലു മിനസ് സലഫി യത്ലുബുൽ ഇൽമ, മുൻഗാമികളായ ആളുകൾ അവർ അറിവ് നേടിക്കഴിഞ്ഞാൽ ഫലാ യൽബസു ഇല്ലാ യസീറൻ ഹത്താ യറാ അസറൽ ഇൽമ ഫീ സ്വലാത്തിഹി വ ഖുശൂഇഹി വ കലാമിഹി വ സുംതിഹി. അവർ ദീന് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ അല്പസമയം കഴിയേണ്ടതില്ല. ആ പഠിച്ച കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും, അവരുടെ നമസ്കാരത്തിൽ ആ അറിവുണ്ടാകും, ആ അറിവിന്റെ പ്രതിഫലനം ഉണ്ടാകും. അവരുടെ ഭയഭക്തിയിൽ അതുണ്ടാകും, അവരുടെ സംസാരത്തിൽ അതുണ്ടാകും, അതുപോലെ തന്നെ അവരുടെ നിശബ്ദതയിലും അതുണ്ടാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഓതി കൊടുക്കുക, ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി ഇദാ യുത്ലാ അലൈഹിം യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ. അറിവ് നൽകപ്പെട്ട, ഇതിനു മുമ്പ് അറിവ് നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇദാ യുത്ലാ അലൈഹിം, അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ യഖിറൂന ലിൽ അദ്ഖാനി സുജ്ജദാ, അവരതാ മുഖം കുത്തിക്കൊണ്ടതാ സുജൂദിൽ കിടന്നുകൊണ്ട് അവർ റബ്ബിനോട് കരയുകയാണ്. വയഖൂലൂന, അവർ പറയുകയാണ്, സുബ്ഹാന റബ്ബിനാ, ഞങ്ങളുടെ രക്ഷിതാവേ നീ എത്ര പരിശുദ്ധനാണ്. ഇൻ കാന വഅദു റബ്ബിനാ ലമഫ്ഊലാ, നിന്റെ കരാർ പടച്ച റബ്ബേ, അത് വാഗ്ദാനം, അത് സംഭവിക്കുന്നത് തന്നെയാണല്ലോ. വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ, പടച്ച റബ്ബിൽ അവർ തലതാഴ്ത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് അവരുടെ താടിയും തലയും ഒക്കെ അവർ മുട്ടിച്ചുകൊണ്ട് യബ്കൂന, അവർ കരയുകയാണ്. വയസീദുഹും ഖുശൂആ, അവർക്ക് ഭയഭക്തി വർദ്ധിക്കുകയും ചെയ്യുകയാണ്. ഇതൊക്കെ നമുക്കുണ്ട് സത്യത്തില്, അല്ലേ? ഖുർആന്റെ ആയത്തിന് കേട്ടാലേ ഓലങ്ങോട്ട് വീഴും, അങ്ങോട്ട് കരഞ്ഞിട്ട് ആണ് കരഞ്ഞു വീഴും. നമ്മളും വീഴും, കരച്ചിലുണ്ടാവില്ല എന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ, സുജൂദിലൊരു വീഴലാണ്. എന്നിട്ട് മൂപ്പരിങ്ങനെ അവിടുന്ന് എണീക്കുന്നവരെ കുറച്ചു നേരം കണ്ണൊക്കെ ചിമ്മി ഇങ്ങനെ ഒരു സമാധാനത്തിൽ. നമുക്കാർക്കും ഖുർആന്റെ ഒത്ത് കേട്ടിട്ട് വല്ല ഭയഭക്തിയും കൂടിയിട്ടുണ്ടോ? ഖുർആന്റെ ആയത്ത് കേട്ടിട്ടേ. കാരണം കൂടുതൽ സുഹൃത്തുക്കളെ ഇതിന്റെ അർത്ഥം അറിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഖുർആൻ ഓദിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി, അങ്ങേക്ക് ഇറക്കപ്പെട്ട ഈ ഖുർആന് എന്തിനാണ് ഞാൻ ഓതി തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഫാത്തിഹ ഓതി, അൽ ബഖറ ഓതി, ആൽ ഇംറാൻ ഓതി, സൂറത്തുൻ നിസാഇന്റെ 41-ാമത്തെ വചനം അത് ഓതി കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കരയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ തല ഉയർത്തി നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. കാരണം പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരുന്ന രംഗത്തെയാണ് അവിടെ അള്ളാഹു വിശദീകരിക്കുന്നത്. എല്ലാ സമൂഹത്തിനും ഞാൻ സാക്ഷിയെ കൊണ്ടുവരികയും നബിയെ, താങ്കളുടെ സമുദായത്തിന്റെ സാക്ഷിയായി താങ്കളെ കൊണ്ടുവരികയും ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? അപ്പൊ എന്റെ സമുദായത്തിന് ഞാൻ സാക്ഷിയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ. സുഹൃത്തുക്കളെ, സിനിമ കണ്ട് കരഞ്ഞിട്ടുണ്ടാവും, സീരിയൽ കണ്ട് കരഞ്ഞിട്ടുണ്ടാവും, മരണം കണ്ട് കരഞ്ഞിട്ടുണ്ടാവും, എന്തിനൊക്കെ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് ഇതുവരെ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ആയത്ത് കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരും ചെറിയ വീഡിയോ ക്ലിപ്പുകൾ, ഇങ്ങനെ അങ്ങനെ കരഞ്ഞു ഓതുന്നത്. നമ്മളതിങ്ങനെ വാട്സാപ്പിലൊക്കെ വരുമ്പോൾ അങ്ങനെ നോക്കിയിട്ട്, ഓ ഭയങ്കര ഒത്താണ്, ഒരൊറ്റ തട്ട അടുത്ത ആൾക്ക്. ഇതെന്തിനാ കരയണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാ ഇപ്പൊ ഈ അദ്ദേഹം കരയുന്നത് നമ്മൾ ആലോചിച്ചിട്ടില്ല. അതാ നമ്മുടെ അവസ്ഥ. 2 കണ്ണുകളെ നരകം സ്പർശിക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 2 കണ്ണുകളെ നരകം സ്പർശിക്കൂല. ഒന്നെന്താ അറിയോ? അള്ളാഹുടെ മാർഗത്തിൽ ഉറക്കമഴിച്ച് കാവൽ നിന്ന കണ്ണാണ്. മറ്റൊന്ന് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്. പടച്ചോനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ. അതൊക്കെ നമുക്ക് ഉണ്ടാകണം സഹോദരങ്ങൾ. ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ അർത്ഥം അറിയണം. ഇമാം ഓതുമ്പോൾ ആ ഇമാം ഓതുന്ന ഇന്നതാണ്, നരകത്തെക്കുറിച്ചുള്ള ആയത്ത് വെക്കുമ്പോൾ കരയാം.
ഇന്നതാ ഓതുന്നത് അറിയണ്ടേ? നമുക്കിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ടൈം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഒരു മണിക്കൂറാണ് തറാവീഹ്. അത് പള്ളിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യമേ ഈ ചങ്ങായി ബംഗാളിൽ നിന്നൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അഥവാ ഈ സാധുവിന് ഇത് കണക്കിട്ടാതെ അഥവാ ഒന്നങ്ങോട്ട് 1.25 മണിക്കൂറായാൽ കുറച്ചാളെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ വെക്കും. ഇങ്ങനെ ഇത് സലാം വീട്ടിയാൽ ഓടും, അതിൽ സംശയമില്ല. സലാം വീട്ടലും പിന്നിക്കിരിഞ്ഞ് നോക്കലും ഓട്ടലും. ഏറ്റവും കൂടുതൽ ക്ലോക്കൊക്കെ നോക്കുക നമ്മളെപ്പോഴാണ്? എത്ര വർഷം നമ്മളിന്ന് തറാവീസ്കരിക്കുമ്പോൾ ക്ലോക്ക് ഓരോ 2 റക്അത്തും കഴിഞ്ഞു അടുത്ത ഇങ്ങനെ ക്ലോക്ക് നോക്കുക. എന്താ വെച്ചാൽ നമുക്കിത് അങ്ങോട്ട് തീർത്താൽ മതിയെന്നാ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൃത്തുക്കളെ സുബഹി ബാങ്ക് വിളിക്കുന്ന ഒരു രാത്രിക്ക് അവിടുത്തെ കാലിലൊക്കെ ഇങ്ങനെ നീര് വന്നിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉടുത്ത കമീസൊക്കെ നനഞ്ഞിട്ടുണ്ട്, നിന്ന സ്ഥലമൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം ത്യാഗം സഹിക്കേണ്ട ആവശ്യം? അദ്ദേഹത്തോട് ചോദിച്ചു, നബി എന്തിനാണ് ഇങ്ങനെ ത്യാഗം സഹിക്കുന്നത്? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട വ്യക്തിയല്ലേ, എന്തിനാ നിങ്ങൾ ഇത്ര പ്രയാസപ്പെടുന്നത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയാം? അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയെ കണ്ടേ. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ എന്ത് നന്ദിയാ കാണിക്കുന്നത്? ഈ ഒരു മണിക്കൂർ നിസ്കരിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടാൽ അല്ലേ? ഞാൻ പറഞ്ഞ മോശമാണ് എന്നല്ല, ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിലൊക്കെ എത്രത്തോളം നമ്മുടെ ഒരു ഭയഭക്തി കിട്ടുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്. കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അത് പരിഹരിക്കണ്ടേ നമ്മൾ? ഇനി എന്താ ഇപ്പോൾ പരിഹരിക്കുക? നമ്മളൊരായത്തൊക്കെ ഒരു ദിവസം പഠിക്കാൻ എന്താ പണിയുള്ളത്? ഒരായത്തൊക്കെ പഠിക്കാൻ, ഒരായത്തെ അർത്ഥം പഠിക്കാൻ നിങ്ങൾക്ക് അമാനിമരുടെ തഫ്സീറിന്റെ ഇത് കിട്ടും മൊബൈൽ ഫോണിൽ. നിങ്ങൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലുള്ളടത്തൊക്കെ എത്ര മണിക്കൂർ ഇരിക്കുന്നുണ്ട് അല്ലേ? അത് ഡൗൺലോഡ് ചെയ്ത സുഹൃത്തുക്കൾ അതിന്റെ വാക്കർത്ഥം കിട്ടും, അതിന്റെ വിശദീകരണം കിട്ടും. നമ്മൾ ഇവിടുന്ന് ഒരു സമയം കഴിഞ്ഞാൽ മരിച്ചു പോകും. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. എപ്പോഴാന്നുള്ളത് നമ്മുടെ വീട്ടിലെ കലണ്ടറിൽ ഉണ്ടാവും ആ ഡേറ്റ്. നമ്മളെപ്പോഴാണ് മരിക്കുക നമ്മുടെ വീട്ടിലെ കലണ്ടറിലുണ്ട്, നമ്മൾ അറിയണില്ല എന്നുള്ളൂ. ആ സമയമായാൽ നമ്മൾ മരിക്കും, ഒരു സംശയമില്ല. അതിൻ്റെ വീട്ടിൽ ബെഡ്റൂമിൽ ഇരുന്ന് കുട്ടികളെയും കണ്ട് മാനി വാപ്പാനെയൊക്കെ കണ്ട് നല്ല വെള്ളമൊക്കെ അവസാനത്തെ ആ വെള്ളമൊക്കെ കുടിച്ച് ലായിലായില്ലെന്ന് ചൊല്ലി അങ്ങനെ മരിക്കുന്നു ആരും വിചാരിക്കണ്ട. ഏതായാലും പടച്ചോൻ നമുക്ക് ലായിലാഹില്ലെന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എവിടുന്ന് മരിക്കുകയാണെങ്കിലും എവിടെയാണോ പടച്ചോൻ നിശ്ചയിച്ചത് അവിടെ നമ്മൾ എത്തും. അവിടെ എത്തിയിട്ട് നമ്മളാണ് മരിക്കുന്ന സുഹൃത്തുക്കൾ. അതോടുകൂടി ദുനിയാവിന്റെ എല്ലാം കഴിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ ദുനിയാവിന്റെ എല്ലാം കഴിയാണ്. നമ്മുടെ ആർക്കൊക്കെ വേണ്ടിയാണ് ഈ ഓടിപ്പാഞ്ഞ് നടന്നത്? ഇപ്പൊ ഈ മനുഷ്യന്മാരൊന്നും ഉണ്ടാവൂല. ഓരൊക്കെ ഉള്ളത് കബറ് വരെയാണ്. നമ്മുടെ ശരീരത്തിലുള്ള വിലപിടിപ്പുള്ളതൊക്കെ അഴിച്ചു മാറ്റപ്പെടും. വിലപിടിപ്പുള്ളതൊക്കെ അഴിച്ചു അവനാന്റെ ഉമ്മാന്റെ കയ്യുമ്മ ടൈറ്റായി കിടക്കുന്ന ഒരു മോതിരം ഉണ്ടെങ്കിൽ ഉമ്മയുടെ കൈ വിരലൊന്നും വേദനിപ്പിക്കണ്ട, അവിടെ ഇരുന്നോട്ടെ എന്ന് ഒരു മക്കളും തീരുമാനിക്കൂല. പ്ലെയർ കൊടുന്ന് അത് കൈ മുറിഞ്ഞാലും പാടില്ല, അത് സ്വർണം കിട്ടെടുക്കും. എന്നിട്ട് അത് ഉറപ്പ് വരുത്തിയിട്ട് ഇനി ഒന്നുമില്ല ഉമ്മടത്ത് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് വിടുള്ളൂ. എന്നിട്ട് ആ വിലപിടിപ്പുള്ളൊക്കെ മാറ്റിയിട്ട് നിസാരമായ 3 തുണിയിലാണ് പൊതി നന്നായി ഒന്ന് അത്രയൊക്കെ പൂശിയിട്ട് ആണ് കൊണ്ടുപോയി മണ്ണിക്കാണ് കൊണ്ടുപോയി വെക്കും. ആ മൂടല് വെക്കുമ്പോ തന്നെ ഇങ്ങനെ ആൾക്കാർ നോക്കുന്നുണ്ടാവും, ഇനി എവിടെങ്കിലൊക്കെ ഒരു ദ്വാരം വല്ല വായുവോ വല്ല പ്രകാശമോ പ്രവേശിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ കരയപ്പാത്ത് വിളിച്ചു പറയുന്നത് അറിയോ? ഇത് അവിടെ നനഞ്ഞ മണ്ണ് വെച്ചെന്നെ അടച്ചളിട്ട് പറയും. എന്നുവെച്ചാൽ 100% ഇരുട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇങ്ങോട്ട് പോര് സുഹൃത്തുക്കളെ. 100% നമ്മുടെ കബറിൽ ഇരുട്ട് ഉറപ്പ് വരുത്തിയിട്ട് നമ്മളെ കുടുംബക്കാര് പോരും. ഉമ്മാൻ അതിരറ്റ് സ്നേഹിച്ച ഒരു മകനും ഉപ്പാൻ അതിരറ്റ് സ്നേഹിച്ച ഒരു മകനും സുഹൃത്തുക്കൾ എന്റെ ഉപ്പാന്റെ അടുത്ത് ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടില്ല. ഒരു പരിധി വരെ നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാണ് പോരും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫയബ്ഖ വാഹിദ്, എടോ നിന്റെ കൂടെ പിന്നെ ഒന്നേ ഉള്ളൂ, അമലുഹു, നിന്റെ അമല് മാത്രമാണ്. അമല് മാത്രമാണ്. അവിടുന്ന് അങ്ങട്ട് സുഹൃത്തുക്കളെ നമ്മൾ എന്തൊക്കെ പഠിക്കാനും അറിയാനും മറന്നുപോയതുണ്ടോ അതൊക്കെ ചോദിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവസാനത്തെ മനുഷ്യന്റെ കാലടി ശബ്ദം അവസാനിക്കുമ്പോഴേക്കും അവന്റെ കബറിലേക്ക് 2 മലക്കുകൾ വരികയാണ്. എന്നിട്ട് അവൻ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്.
വയഖൂലാനി ലഹു, എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, മർ റബ്ബുക, ആരാ നിന്റെ റബ്ബ്? ഒന്നാമത്തെ ചോദ്യമാണ്. ലോകത്തുള്ള മുസ്ലിം അല്ലാത്ത മനുഷ്യന്മാർക്കും അറിയാം ഈ ലോകത്തിന് റബ്ബുണ്ട് അല്ലേ? ഹൈന്ദവർക്കറിയില്ലേ? ക്രൈസ്തവർക്കറിയില്ലേ? എന്നവരൊക്കെ മറുപടി പറയോ? ഇല്ല, അറിയില്ല, പറയില്ല. എന്തേ? എന്നാ പുറത്തുനിന്ന് തൽക്കീനായി മൗലിയര് പറഞ്ഞുകൊടുത്താ പറയാൻ വയ്ക്കുവോ? അതാണ്. മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ സുന്നത്തായ കാര്യമൊക്കെ കഴിഞ്ഞാൽ ബിദഅത്തായ കാര്യത്തിനൊക്കെ പുരോഹിതന്മാരോട് വരും. എന്നിട്ട് എന്ത് ചെയ്യും? തലേഭാഗത്തൊരു കല്ലൊക്കെ വെച്ച് മൂപ്പര് അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഒരു ഫാത്തിഹയൊക്കെ വിളിച്ച് ഇദാ ജാഅക്കൽ മലക്കാനി അളീമാനി കബീറാനി ഹായില അജ്ലസക വസഅലക മർ റബ്ബുക ഫഖുർ റബ്ബി അല്ലാഹ്. കോപ്പിടിക്കാൻ എന്താ പറഞ്ഞു കൊടുക്കണത്? ഇതാ നിന്റെ അടുക്ക് മലക്കൾ ഇതാ വരും, എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തും, എന്നോട് ചോദിക്കും മർ റബ്ബുക, ആരാ എൻ്റെ റബ്ബ്? ഫഖുൽ, അപ്പൊ ഇജ്ജ് പറഞ്ഞു കൊടുത്തോ റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹ്ണെന്ന് പറഞ്ഞു കൊടുത്തോ. മൂലേര് പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെന്താ മനുഷ്യന് പറയാൻ വയ്ക്കണു? ഈമാനോടുകൂടി മരിച്ച് തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യനല്ലാതെ പറയാൻ വയ്ക്കൂല കൂട്ടരെ, അല്ലാത്തവർക്ക് പറയാൻ വയ്ക്കൂല. ഈ ലോകത്തൊരു സ്രഷ്ടാവുണ്ടെന്ന് വിശ്വസിച്ചാ പോരാ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഅലം, നിങ്ങൾ അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊരു ഇലാഹുമില്ല എന്ന് പഠിച്ചറിയണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അത് പഠിച്ചറിയണം. നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ചറിയണം, പ്രവാചകചര്യയിൽ നിന്ന് പഠിച്ചറിയണം. അതുകൊണ്ടാണ് ഇൽമിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മഅരിഫത്തുല്ലാഹ്, അള്ളാഹിനെ കുറിച്ചറിയലാണ്. അതാണ് ഒന്നാമതായി ഉണ്ടാകേണ്ടത്. അല്ലാഹ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോരാ. ലോകത്തുള്ള എല്ലാവരും അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചവരാണ്. പ്രകൃതിവാദികൾ വളരെ കുറച്ച് ന്യൂനപക്ഷേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അല്ലാഹ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ പോരാ, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കണം. അള്ളാഹുവിനെ ആരാധിക്കേണ്ട മുറപ്രകാരം നമ്മൾ ആരാധിക്കണം. അള്ളാഹുവിനെ അറിയേണ്ട രൂപത്തിൽ നമ്മൾ അറിയുകയും അതനുസരിച്ചുകൊണ്ട് ആ റബ്ബിനോട് ആരാധനകൾ നിർവഹിക്കുകയും ആ റബ്ബിനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്ന ഒരു, പ്രിയമുള്ളവരെ, രീതി നമുക്കുണ്ടാകണം. അതാ പ്രവാചകൻ, അത് പഠിപ്പിക്കാനാ പ്രവാചകൻ. അല്ലാഹ് ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ലല്ലോ. ഒരു പ്രവാചകൻ അല്ലാഹ് ഉണ്ട് എന്ന് പഠിപ്പിക്കാൻ വന്നിട്ടില്ല. മറിച്ച് മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചത് അല്ലാഹ് മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ആദ്യമായി ജനങ്ങളെ പഠിപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, താങ്കൾക്കും ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് നാം വഹി നൽകിയിട്ടല്ലാതെ, അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, നാം അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു ഇലാഹുമില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനല്ലാതെ. എല്ലാ പ്രവാചകന്മാരും വന്നത് അതിനാണ്. അപ്പൊ അതാണ് സുഹൃത്തുക്കളെ ഏറ്റവും അടിത്തറ, അതാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവില്ലാതെ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ആ അറിവില്ല. പടച്ചോനെ മാത്രം ആരാധിക്കണമെന്ന അറിവില്ല. ആ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കേണ്ടതിന് പകരം മറ്റുള്ള ഇതര സൃഷ്ടിജാലങ്ങളിലേക്ക് അവന്റെ ആരാധനകൾ വഴിമാറിപ്പോകുമ്പോൾ, അതുകൊണ്ടാണ് അവന്റെ നമസ്കാരം ബാത്തിലാകുന്നത്, അവന്റെ നോമ്പ് ബാത്തിലാകുന്നത്, അവന്റെ ഹജ്ജ് ബാത്തിലാകുന്നത്, അവന്റെ എന്തെല്ലാം നന്മകളുണ്ടോ എല്ലാം പൊളിഞ്ഞു പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ അടിസ്ഥാനപരമായി പഠിച്ചറിയേണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അവന് വ്യതിയാനം സംഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് അറിവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ അറിവ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ. പടച്ചോനും മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് കുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കാനും ഇങ്ങനെ സുഖകരമായി ജീവിക്കാനും അങ്ങനെയൊന്നുമല്ല. ഇല്ലാ ലിയഅബ്ദൂനി, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ വേറൊന്നിനുമല്ല. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം, അതാണ് നമ്മുടെ ബാധ്യത. അതിനാ പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെ അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിച്ച ഒരു റബ്ബിന്റെ അടിമയെ
നരകത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് റബ്ബിന്റെ ഉത്തരവാദിത്വം. അത് റബ്ബിന്റെ കടമയാണ് എന്നാ കണ്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാൻ കഴിയണം. പക്ഷെ എന്താ സമൂഹത്തിന്റെ അവസ്ഥ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ ജീവിതത്തിലില്ല. അല്ലേ? ഇൽമ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഇൽമ അനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയണം, അതും കഴിയണം. പല ആൾക്കാരുണ്ട് സംഭവം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരിക്കൽ അറിയാം, എന്നാലും അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നു വരുന്ന ഏർപ്പാടുകൾ കുറെ ഉണ്ടല്ലോ, അതിന്റെ കൂടെ നിൽക്കുക. അല്ലേ സുഹൃത്തുക്കളെ? പരലോകം നഷ്ടമായിരിക്കും, ഒരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. പരലോകം നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് ചോദിക്കുന്നുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളെയാണ് നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്? കുല്ല ശൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹി വഹുവ സനമുക, നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ നിങ്ങൾ അവലംബമായി കാണുന്ന ഏതെല്ലാം ശക്തികളുണ്ടോ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നാവ് കൊണ്ടുള്ള നിങ്ങളുടെ തൗഹീദിന്റെ പ്രഖ്യാപനം, അഥവാ നാവ് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യുകയില്ല. മഅ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിൽ ശിർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് മുഹിയുദ്ദീൻ ശൈഖ് റഹിമഹുല്ലാഹ് പറയാണ്. അല്ല മാത്രമേ ഉള്ളൂ ആരാധനക്ക് അർഹനായി എന്ന് വിശ്വസിക്കുമ്പോൾ അത് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരണം. അതാണ് അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട അറിവ്. പിന്നെ പ്രയാസം വരുമ്പോ, ദുരിതം വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ കെട്ടിപ്പൊക്കപ്പെട്ട കബറുകൾക്ക് മുന്നിൽ പോയി അവനവന്റെ പ്രയാസം പറയുന്നുവെങ്കിൽ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബല്ലാത്ത ആരാധിക്കപ്പെടുന്ന ഏത് ആളുകളിലേക്കും നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി, നമ്മൾ സഹായത്തിന് വേണ്ടി പോകുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ പ്രസക്തിയൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം ശിർക്കിൽ നിന്ന് മുക്തമായ അറിവ്, തൗഹീദ് എന്താണ് നമ്മൾ പഠിക്കണം. പടച്ച റബ്ബിനെ നമ്മൾ റബ്ബിനെ മാത്രം ആരാധിക്കണം. മക്കയിലെ മുശ്രിക്കുകൾ ഇതെന്താ? അള്ളാഹിനോട് ആരാധിക്കാതിരുന്നതല്ല, അള്ളാഹിനോട് അവർ ആരാധിച്ചിട്ടുണ്ട്, പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം അവരെന്ത് ചെയ്തു? അമ്പിയാക്കളോട്, ഇബ്രാഹിം നബിയോട് തേടി, ഇസ്മായിൽ നബിയോട് തേടി, ലാത്തയും ഉസ്സയും മനാത്തയും അടങ്ങുന്ന ഔലിയാക്കളോട് തേടി. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. എന്തിനായി ചെയ്തത്? ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, പടച്ചോന്റെ അടുത്ത് എത്തിയാൽ ഞങ്ങൾക്ക് ഇവരൊക്കെ ശുപാർശ പറയും. അതുപോലെ തന്നെ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, പടച്ചോനിലേക്ക് അടുപ്പിക്കാൻ. ഇതാ അവർ പറഞ്ഞ രണ്ട് വാദങ്ങൾ. സുഹൃത്തുക്കളെ, അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല, മുസ്ലിം പറഞ്ഞ് നടന്നുകൊണ്ട് കാര്യമില്ല. ഇതറിയണം, ഈ ഇൽമ് നമുക്ക് ഉണ്ടാകണം. എല്ലാം തന്നത് പടച്ച റബ്ബാണ്. ആ പടച്ച റബ്ബ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം ആ പടച്ചോനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ്. ആരാധനയുടെ ഒരു വശം ഒരു സൃഷ്ടിക്കും പോകാൻ പാടില്ല. ആ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഇടയാളിന്റെ ആവശ്യമില്ല. കാരണം എന്താ? അള്ളാഹു അടുത്തവനാണ്. അതുകൊണ്ടാ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ച് റബ്ബിനോട് എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും അടിസ്ഥാനപരമായ അറിവ് നമുക്ക് ഉണ്ടാക്കേണ്ടത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അതൊരു തട്ടിലും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും ഒരു മനുഷ്യൻ ചെയ്ത തിന്മകൾ മുഴുവൻ മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ടാണ് കനം തൂങ്ങുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അത് പഠിക്കണം നമ്മള്. ആ പടച്ച റബ്ബിന്റെ മാത്രമായുള്ള നാമഗുണ വിശേഷണങ്ങൾ, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നുമില്ല, അവനാണ് എല്ലാം കേൾക്കുന്ന സമീഉ, എല്ലാം കാണുന്ന ബസീർ. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവന് കിടയത്ത യാതൊന്നുമില്ല. ആ റബ്ബ് ഏകനാണ്, അവനാണ് എല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ, അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, അവനാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ, അവനാണ് എല്ലാ സൃഷ്ടിജാലങ്ങളിൽ നിന്നും, പ്രിയമുള്ളവരെ, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച ഖാലിഖ് അവനാണ്, റാസിഖ് അവനാണ്, മുദബ്ബിർ അവനാണ്, ഒക്കെ പടച്ച റബ്ബാണ്.
അത് പഠിച്ചറിയണം നമ്മൾ. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗാംഭീര്യം കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാ പറഞ്ഞത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹ്ക്കാണ് ഏറ്റവും നല്ല നാമങ്ങൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആ നാമങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യണം. നോക്കൂ നിങ്ങൾ. അപ്പൊ ആ അറിവ് നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ അറിയണം. സുഹൃത്തുക്കളെ, ദീനുൽ ഇസ്ലാം നമ്മൾ അറിയണം. ദീനിന്റെ ഏത് കാര്യങ്ങളായിരുന്നാലും എല്ലാം വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദീനിന്റെ ഏത് ചെറുതുമാകട്ടെ വലുതാകട്ടെ ഒക്കെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയമുള്ളവരെ. അല്ലാതെ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ യുക്തിയോ ഒന്നുമല്ല. എല്ലാം വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ പാദരക്ഷകൾ ചെരുപ്പ് ധരിക്കുമ്പോൾ എങ്ങനെ ധരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായല്ലോ? നമ്മൾ എങ്ങനെയാണ് ടോയ്ലറ്റിലേക്ക് പ്രാഥമിക കർമ്മങ്ങൾക്ക് വേണ്ടി പ്രവേശിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതാ ഖുർആൻ പറയുന്നത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ചിട്ടില്ല, വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കല് വന്നുകൊണ്ട് 2 റക്അത്ത് മഖാം ഇബ്രാഹിമിൽ നമസ്കരിക്കണമെന്ന് താല്പര്യപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടില്ല. കൊടുത്തു? ഇല്ല. മറിച്ച് പടച്ചോന്റെ വഹയി വന്നതിന് ശേഷം അനുവാദം കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം മുസ്ലിങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മഖ്ദിസിന്റെ നേരെ തിരിഞ്ഞാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിയാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞോ? ഇല്ല. അള്ളാന്റെ വഹയി വന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അപ്പോഴാ തിരിഞ്ഞത്. സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല. ഏത് കാര്യമായാലും അതെല്ലാം വഹയാണ്. ആ വഹയിനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ആ വഹയിനെ സ്വീകരിക്കുന്നിടത്ത് പ്രിയമുള്ളവരെ നമ്മുടെ യുക്തിക്ക് സ്ഥാനമില്ല, നമ്മുടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് അങ്ങനെയാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാല്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്ലാം ബുദ്ധിയായിരുന്നുവെങ്കിൽ ഖുഫ അതിന്റെ അടിയിൽ തടവാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കേണ്ടിയിരുന്നത് എന്നാണ്. നമ്മൾ ഒളു എടുത്ത് ഷൂസോ സോക്സോ ധരിച്ചാൽ പിന്നെ ഒളു എടുക്കുമ്പോൾ അത് ഊരി കഴുകേണ്ടതില്ല, അതിന്റെ മുകളിൽ തടവിയാൽ മതി. തടവേണ്ടത് എവിടെയാണ്? മുകളിലാണ്, താഴല്ല. ഇത് പറഞ്ഞിട്ടാണ് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇസ്ലാം ബുദ്ധിയായിരുന്നുവെങ്കിൽ ഖുഫയുടെ അടിയിൽ തടവാനായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നാ. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ചത് മുകളിൽ തടവാനാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് മുആദ റളിയല്ലാഹു അൻഹു ചോദിക്കുക ഒരു ദിവസം. മുആദ റളിയല്ലാഹു അൻഹു പറയാണ്, സഅൽതു ആയിഷ റളിയല്ലാഹു അൻഹാ മാ ബാലുൽ ഹാഇൽ തഖലി സൗമ വലാ തഖലി സ്വലാത്ത്. ആർത്തവകാരികളായ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് ഖളാ വീട്ടാൻ പറയുന്നു, നമസ്കാരം ഖളാ വീട്ടാൻ പറഞ്ഞിട്ടില്ല. എന്താ അങ്ങനെ? രണ്ടും ഫർളായ കാര്യമാണല്ലോ അല്ലേ? നിസ്കാരം ഫർളായ കാര്യമാണ്, നോമ്പ് ഫർളായ കാര്യമാണ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തവകാരികളായ സ്ത്രീകൾ അവർക്ക് നോമ്പ് കാലത്ത് ആർത്തവം ഉണ്ടായാൽ വേറെ ദിവസം നൂറ്റി വിട്ടയ്യേണ്ടത്. നിസ്കാരം അത് പിന്നെ നിസ്കരിക്കേണ്ടതില്ല. ഇതെന്തെങ്ങനെ? ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ചെന്താ? അഹറൂറിയത്തുൻ അൻതി, ഈ ഹറൂറിയാണോ, ഖവാരിജിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടതാണോ? അപ്പൊ മുആദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ലസ്തി ബിഹറൂറിയത്തിൻ വലാകിന്നി അസ്അലു, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഫഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, കാന യുസീബുനാ ദാലിക ഫനുഉമറു ബിഖലാഇ സൗം വലാ നുഉമറു ബിഖലാഇ സലാ. അങ്ങനെയാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ പിന്നെ മറുചോദ്യമല്ല. മനസ്സിലായുണ്ടോ? അപ്പൊ നമുക്ക് ബുദ്ധി, നമ്മുടെ യുക്തി, നമ്മുടേത്, സുഹൃത്തുക്കളെ ബുദ്ധി ഉണ്ടെന്നോ ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല. കബറുകളുണ്ടല്ലോ, അടിക്കബർ, മേൽക്കബർ അല്ലേ? ഈ കബറിൽ ഇനി ഒരാൾ എഴുന്നേൽപ്പിച്ചിരുത്തുക, 2 മലക്കുകൾ വരിക, ഇതൊക്കെ ഏത് പരീക്ഷണശാലയിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഇനി കബറൊക്കെ പടങ്ങൾ തുറന്നു നോക്കിയത് കാണുമോ? അത് വേറൊരു ലോകമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കാറ്. അതാണ്. മനസ്സിലായുണ്ടോ?
അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, സുഹൃത്തുക്കളെ, ആ പ്രവാചകനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് കൊണ്ടുവന്നതിന് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അവിടുന്ന് കൊണ്ടുവന്നത് എന്താണോ അത് നമ്മൾ സ്വീകരിക്കുക. അവിടെ മറുചോദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് നടത്തി. ഇന്നിപ്പോ നമ്മളിങ്ങനെ അത് ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എത്തിപ്പെടാന്ന് വിചാരിക്കാം. കാരണം കിലോമീറ്ററുകളോളം യാത്ര പോകണം മക്കത്തുനിന്ന് ഫലസ്തീനിക്ക്, അല്ലേ? അവിടുന്ന് ഒറ്റ രാത്രിക്കാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നത്. അന്ന് ആകെ ഒട്ടകം കുതിരയുള്ളൂ യാത്ര ചെയ്യാൻ. ഒറ്റ രാത്രി കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എത്തി, ബൈത്തുൽ മഖ്ദിസിലെത്തി. അവിടുന്ന് 7-ാം ആകാശത്ത് പോയി. അടുത്ത സുബിയായപ്പോൾ അവിടെ പള്ളിയിലുണ്ട്. അന്നുണ്ട് കുറേ മുനാഫിക്കുകൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബൈക്ക് വന്ന് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ ഇന്നലെ ഇസ്രാ നടത്തി, മിഅ്റാജ് നടത്തി, ഇന്നൊക്കെ കണ്ടു. അത് കേട്ട കുറച്ച് ദീന് ഈമാന് ഇങ്ങോട്ട് ഹൃദയത്തേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത മനുഷ്യന് കണ്ടോ പുതിയ തള്ളു. അബൂബക്കർ അവിടെ ഉണ്ടായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നതും കാത്തുബൽ ഇങ്ങനെ നിന്നു. ഇതന്നെ പറ്റിയ അവസരം, ഇസ്ലാം എന്ന് മൂപ്പനോട് തിരിച്ചു വല്ലണം, എങ്ങനെയും തെറ്റിപ്പിക്കണം. അങ്ങനെ അബൂബക്കർ വരുന്നോ അങ്ങനെ കാത്തുനിന്നു. അബൂബക്കർ വന്ന് കണ്ടപ്പോൾ തന്നെ ഇവർ പറഞ്ഞു, കണ്ടോ ഇന്നലെ നബി പറഞ്ഞത് ഇവിടുന്ന് ബൈത്തുൽ മഖ്ദിസ് പോയിത്രേ, അവിടുന്ന് 7-ാം ആകാശത്ത് പോയി തിരിച്ചു വന്നു എന്നാ പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ അബൂബക്കറെ? അബൂബക്കർ എന്താ പറഞ്ഞറിയോ? ഞാൻ അതിനേക്കാൾ വലുത് വിശ്വസിക്കുന്നുണ്ട്. കാരണം 7-ാം ആകാശത്തിന്റെ അപ്പുറത്തുനിന്ന് വഹയ്യ് എന്റെ പ്രവാചകന് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് പേരിട്ടത്. വാപ്പയും മീട്ട പേരൊന്നല്ല, അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന് പേരിട്ട്. നമ്മളാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കും, അങ്ങനെ ഉണ്ടാവും. അത് നമുക്കത് ബുദ്ധിക്കാണ്ട് പറ്റണില്ല, അത് യുക്തിക്കാണ്ട് പറ്റണില്ല, അല്ലേ സുഹൃത്തുക്കളെ? അതല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. അത് നമുക്ക് പരിശീലനശാലയിൽ ബോധ്യപ്പെട്ടതിന് ശേഷം നല്ല വിശ്വസിക്കേണ്ടത്. അതാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണോ സ്വഹീഹായി വന്നത് അത് നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, അല്പം വിശ്വസിക്കുക, അല്പം അവിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ലക്ഷണമല്ല, അല്ലെ? യുഅ്മിനൂന ബിബഅളിൻ വയക്ഫുറൂന ബിബഅൽ. ഖുർആൻ പഠിപ്പിക്കുക, അവർ ചിലത് വിശ്വസിക്കാണ്, ചിലത് അവർ അവിശ്വസിക്കുന്നു. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അക്കൂട്ടര് മുഅ്മിനുകളല്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുക. അതാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ വിജ്ഞാനം, അറിവ് എന്ന് പറഞ്ഞാൽ ദീനിൽ എന്ത് പറഞ്ഞോ അത് നമ്മൾ വിശ്വസിക്കാൻ കഴിയണം. പക്ഷെ പലപ്പോഴും എന്താ പറയുക, നമുക്ക് ഈ ദീനിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പടുജാഹിലാകലാണ്. എന്നാൽ എല്ലാവരോടും എന്ത് ചെയ്യും? ദീനിന്റെ കാര്യം പറയും, ചായപ്പൊടിയിൽ നിന്നിട്ടും പറയും, എല്ലായിടത്തും പറയും, അല്ലേ? എന്നാൽ ഇതിനെപ്പറ്റിയൊരു ധാരണ ഉണ്ടാകും, അതുമില്ല. സുഹൃത്തുക്കൾ, എന്താ അറിയോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിന്റെ കാര്യം പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുക എന്നുള്ളത്, അത് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. നമ്മൾ പലപ്പോഴും എന്താ പറയുക, ദീന് പഠിക്കുന്നത് തർക്കത്തിന് വേണ്ടിയിട്ടാണ്. ഓനോട് ഇപ്പം ഞാൻ ഇത് പറഞ്ഞ അങ്ങോട്ട് എന്താ പറയാ, അതിനെന്താ ആയത്തുള്ളു, അപ്പം അതിന് പഠിച്ചേക്കും. ഓനിപ്പം ഇനി അതിനെന്താ ആയത്തുള്ളു, അതിന് പഠിച്ചേക്കും. ആകെ ഉണ്ടാകുക ഇതുണ്ടാവുള്ളൂ, വേറൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ജീവിതകാലം ഇങ്ങോട്ട് കഴിക്കും. തർക്കത്തിന് വേണ്ടി ദീന് പഠിക്കുക, മറ്റോട് തർക്കിക്കാൻ വേണ്ടി ദീന് പഠിക്കുക. അവനാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും, അതാ ഞാൻ പറയാം, നിസ്കാരം പഠിച്ചിട്ടുണ്ടാവില്ല, നോമ്പ് പഠിച്ചിട്ടുണ്ടാവില്ല, മറ്റൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, തർക്കിക്കാൻ വേണ്ടി മാത്രം ജനിച്ച കുറെ മനുഷ്യന്മാര്. അവനാന്റെ അടുത്ത് വല്ല വീഴ്ച അത് തിരുത്തൂല്ല, അല്ലേ? ഇബ്നു കസീർ റഹിമുള്ള അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, ചില ആൾക്കാരുണ്ട്, ഓരെന്ത് ചെയ്യുന്നറിയോ, അവര് ഇന്ന അഹദുഹും ലയഖൂലു ഖറഅതുൽ ഖുർആന കുല്ലഹു. നിങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഖുർആൻ മുഴുവനായിട്ട് ഓതിയിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, പക്ഷേ മാ യുറാലഹുൽ ഖുർആന ഫീ ഖുലുഖിൻ വലാ അമലിൻ, ആ ഖുർആനിന്റെ സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയണില്ല. കണ്ടോ, അവന്റെ അമലിലും ഖുർആൻ കാണാൻ കഴിയണില്ല. കൂത്തുകാരൊക്കെ ഉണ്ട്, പക്ഷെ അമലിലും ഇല്ല, എന്റെ സ്വഭാവത്തിലും ഇല്ല, അല്ലേ? ഓനോട് ഒരാളുടെ സംസാരിച്ചാൽ, ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയാൽ ഇതിലൊന്നും ഒരു വൃത്തി ഉണ്ടാവൂല. ഓനേക്കാരൊക്കെ അവിടെ ദീനിന്റെ വലിയ ആളായിട്ട് വർത്താനം പറ, ചായപ്പീടിയിൽ ഇരുന്നിട്ടോ അവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടോ ഒക്കെ പറയാം. എന്ന് വെച്ചാൽ ഈ ഖുർആൻ എന്തില്ല, ജീവിതത്തിലില്ല, ഇത് നാവില് മാത്രം. സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ബാധ്യതയാണ് ഇത് പഠിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യഅലമൂന ലാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ
വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. ദീനിന്റെ കാര്യം പറയുമ്പോൾ, ദീനിന്റെ ഓരോ കാര്യം പറയുമ്പോൾ അറിവില്ലായ്മ പറയുന്ന ആളുകൾ, എന്നാൽ അവർ യഅലമൂന ലാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിന് അവൻ ആവശ്യമുള്ളത് മുഴുവൻ അവൻ പഠിക്കുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മത്താ യസ്റഊന വമത്താ യഗ്റുസൂന, എപ്പോഴാ കൃഷി ഇറക്കേണ്ടത് അവനറിയാ, എപ്പോഴാ കൊയ്തെടുക്കേണ്ടത് അവനറിയാ, എപ്പോഴാ കച്ചവടം നടത്തേണ്ടത് അവനറിയാ, എങ്ങനെ കച്ചവടം നടത്തേണ്ടത് എന്നറിയാം. എല്ലാ ദുനിയാവിന്റെ കാര്യങ്ങളും അവനറിയാം. പക്ഷേ ദീന് വരുമ്പോൾ മാത്രം അവൻ അറിയുന്നില്ല, ദീനിനെ അവൻ പഠിക്കുന്നില്ല. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, അവൻ ആഖിറത്തിനെ കുറിച്ച് അശ്രദ്ധനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമുക്ക് മറ്റുള്ള ഒക്കെ അറിയാം അല്ലേ? നമുക്ക് എന്താ അറിയാത്തത്? എങ്ങനെ പൈസ ഇട്ടാലാണ് ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുക, എങ്ങനെ ഇവിടെ ജീവിക്കുക, മരിക്കുന്നവരെ എന്തൊക്കെ ചെയ്യണതൊക്കെ നമുക്കറിയാം. മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളിത് പഠിക്കാൻ തയ്യാറാകണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ മുൻകാല വേദക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് അടിവരട്ട് നന്നായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. മുൻകാല വേദക്കാരുടെ പ്രത്യേകത എന്താ അറിയോ? ومنهم أميون لا يعلمون الكتاب إلا أمانية وإنهم إلا يظنون. അവർക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥത്തെ കുറിച്ച് അവർ നിരക്ഷരരായിരുന്നു, അവർക്കൊന്നും അറിയില്ല. തൗറാത്ത് കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ എന്താന്ന് അറിയില്ല. മനസ്സിലായോ? ചില ഊഹാപോഹങ്ങള്, അതങ്ങനെയൊക്കെ തന്നെയാവും അല്ലേ? ചില ഊഹാപോഹങ്ങളെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവരെ കുറിച്ചാണ് സൂറത്തുൽ ജുമയിൽ പറഞ്ഞത്, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് കമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറാ. കഴുത ഭാണ്ഡം ചുമക്കുന്നത് പോലെ തൗറാത്ത് ഏറ്റി നടന്ന ആളുകൾ. ഇത് മുൻകാല വേദക്കാരെ കുറിച്ച് പറഞ്ഞതാണ്. ഈ കഴുതയുടെ പുറത്ത് ഭാണ്ഡം വെച്ച് കെട്ടിയാൽ കഴുത ചിന്തിക്കൂല ഈ ഭാണ്ഡത്തിന്റെ ഉള്ളിൽ എന്താണ്, ആലോചിക്കൂല. യജമാൻ എവിടെ കൊണ്ടുപോയിടാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയിടും അല്ലേ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഖുർആൻ നൽകപ്പെട്ട നമ്മളെ ഇനി എങ്ങനെ ഉദാഹരിക്കുക? അവരെ കഴുതകൾ എന്ന ഖുർആൻ പറഞ്ഞത് അല്ലേ? കഴുതനോടാണ് ഉപമിച്ചത്. കഴുത പാണ്ഡം ചുമക്കുന്നത് പോലെ തൗറാത്തേറ്റി നടന്നവർ നമ്മളെ സുഹൃത്തുക്കളെ. നമ്മൾ ഈ ഖുർആൻ നൽകപ്പെട്ട ഈ ജനതയുടെ പ്രത്യേകത എന്താ? നമ്മൾ പഠിക്കണില്ല, അതിന്റെ അർത്ഥം പഠിക്കണില്ല, അതിന്റെ ഒന്നും അറിയില്ല. നമുക്ക് പഠിക്കാൻ എവിടെയെങ്കിലും ക്ലാസ് വെച്ചാലോ അതിനിരിക്കാനും താല്പര്യമില്ല. സുഹൃത്തുക്കളെ, ഖബറിലുള്ള അടുത്ത ചോദ്യം എന്താ അറിയോ? വമാ ഇമാമുക്ക, എന്റെ ഇമാം എന്താണ്? കണ്ടോ, നമ്മൾ പഠിക്കാൻ മറന്നുപോയതിനെ കുറിച്ചിട്ടാ ഖബറിലെത്തിയ ചോദ്യം. നിന്റെ ഇമാം എന്താണ്? 3 മറുപടി പറയണം. 3 മറുപടി. ഒന്നല്ല, അൽ ഖുർആനു ഇമാമി, ഖുർആനാണ് എന്റെ ഇമാമ്. ഒന്നാമത്തെ ഉത്തരം ആമൻതു ബിഹി, അതിൽ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചവനാണ്. രണ്ടാമത്തെ ഉത്തരം. മൂന്നാമത്തെ ഉത്തരം, പ്രിയമുള്ളവരെ, വസദ്ദഖ്തു, അത് ഞാൻ ജീവിതത്തിൽ പകർത്തിയവനാണ്, സത്യപ്പെടുത്തിയവനാണ്. ഈ 3 മറുപടി പറയണമെങ്കിൽ 4 ബാധ്യത ഖുർആനോട് നമ്മൾ നിർവഹിക്കണം, എന്നാലേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാകുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വൈകിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കും ചെറിയൊരു തൂക്കം തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു തൂക്കമുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെന്താ അറിയുമോ? ആരും ആരെയും കുറ്റപ്പെടുത്താൻ ഇതൊന്നുമല്ല, നമ്മളിത് പഠിക്കാൻ നമ്മുടെ ബാധ്യതയാണ്. ഓരോ വ്യക്തിയുടെയും ഫർള് ഐനാണ് ദീന് പഠിക്കൽ. ഏതെങ്കിലും ഒരാൾ പഠിച്ചാൽ, ഡോക്ടർ നാട്ടിൽ 1-2 മതി, മുപ്പരത്ത് പോയാൽ മതി നമ്മളെ പനി മാറാനേ. എഞ്ചിനീയർ 1-2 മതി, മുപ്പരത്ത് പോയ പ്ലാനൊക്കെ വരച്ചരും അല്ലേ? എന്നാൽ നിസ്കാരം അറിയണം 1-2 ഉണ്ടായിട്ട് കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയണം. തൗഹീദ് എല്ലാവർക്കും അറിയണം. സുന്നത്ത് എല്ലാവർക്കും അറിയണം. ദീനിന്റെ കാര്യം എല്ലാവരും പഠിക്കേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരാൾ പഠിച്ചാൽ, കുടുംബത്തിൽ ഒരാൾ പഠിച്ചാൽ മറ്റൊരു രക്ഷപ്പെടുമെങ്കിൽ ഇബ്രാഹിം നബിക്ക് വാപ്പാനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു, നൂഹ് നബിക്ക് മകനെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു, ലൂത്ത് നബിക്ക് ഭാര്യയെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു. കഴിയില്ല സുഹൃത്തുക്കളെ, കഴിയില്ല. ഓരോരുത്തരുടെയും ബാധ്യതയാണ് സുഹൃത്തുക്കളെ ഇത് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് ആദ്യം വിചാരണക്ക് വിധേയമാക്കുക സുഹൃത്തുക്കളെ. ദീന് പഠിച്ചവരെ, ജിഹാദ് നടത്തിയവരെ,
സമ്പത്ത് മുഴുവൻ പടച്ചോന്റെ മാർഗത്തിൽ ദാനം ചെയ്തു. ഇതൊന്നും ആളെ ബോധ്യപ്പെടുത്താനും ആളെ കാണിക്കാനും ചെയ്യേണ്ട കാര്യമല്ല. കണ്ടോ, ഏറ്റവും മഹത്തരമായ പ്രവർത്തനം ചെയ്ത 3 മനുഷ്യരെ നാളെ വിചാരണക്കെടുക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ 3 ആള് പോണ നരകത്തേക്കാണ്. എന്താ അറിയോ? സമ്പത്ത് കുറെ പടച്ചോൻ കൊടുത്തിട്ട് ആ സമ്പത്ത് പടച്ചോന്റെ മാർഗത്തിൽ ചെലവഴിച്ച മനുഷ്യനാണ് നരകത്തിൽ പോണത്. ഖുർആൻ പഠിച്ച് അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തൊരു പണ്ഡിതനാണ് നരകത്തിൽ പോണത്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുടെ മാർഗത്തിൽ ജിഹാദ് നടത്തി ഷഹീദായി രക്തസാക്ഷിയായ വിശുദ്ധ ഖുർആൻ പ്രത്യേകം അവര് മരിച്ചവരാണ് പറയുന്നത്. സ്വർഗത്തിൽ പച്ചവർണ്ണങ്ങളുള്ള കിളികളിൽ സ്വർഗീയമായ ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഷഹീദ് ആയ വ്യക്തിയാണ് നരകത്ത് പോണത്. എന്തേ കാരണം എന്നറിയോ? പടച്ചോന്റെ തൃപ്തി ആഗ്രഹിച്ചില്ല, ആൾക്കാരെ തൃപ്തി ആഗ്രഹിച്ചു. ആൾക്കാർക്ക് വേണ്ടി ദീന് പറയാം, ആൾക്കാർക്ക് വേണ്ടി ആൾക്കാരെ സൗകര്യം നോക്കി ദീന് പറയാം. മനസ്സിലാണ്ടോ? അങ്ങനെയുള്ള പണ്ഡിതന്മാര് അവർ നാളെ നരകത്തിലാ പോവുക. ആൾക്കാരെ സൗകര്യം നോക്കുക, ആൾക്കാർക്ക് സുഖമുള്ള ഏർപ്പാട്. മനസ്സിലാണ്ടോ? ആൾക്കാരിൻ്റെ ഒരു നല്ല പണ്ഡിതനാണെന്ന് പറയട്ടെ, ആൾക്കാരിനെ കുറിച്ച് നല്ല നിസ്കാരക്കാരനാണ് പറയട്ടെ, ആൾക്കാർ ഞാനൊരു നല്ല യോദ്ധാവാണ് പറയട്ടെ, ആൾക്കാർ ഞാനൊരു ധർമ്മിഷ്ഠനാണെന്ന് പറയട്ടെ. ഇങ്ങനെ ആഗ്രഹിച്ച 3 വിഭാഗം ആളുകൾ ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്തവരാ. പക്ഷേ പടച്ചോന്റെ അടുത്ത് എത്തിയപ്പോ ഇവര് നരകത്തിലേക്ക് എറിയപ്പെടും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദുനിയാവല്ല ആഗ്രഹിക്കേണ്ടത്. ദുനിയാവിന്ന് ഇവിടുന്ന് 2500 ഇട്ടുമ്പോൾ ഇവിടെക്കുക, ഒരു 5000 അപ്പുറത്തിട്ടുമ്പോൾ അങ്ങട്ടിയാടുക, ഒരു 10,000 അങ്ങോട്ടിട്ടുമ്പോൾ അങ്ങട്ടിയാടുക. അതിനനുസരിച്ചൊക്കെ ദീന് മാറ്റി പറയാം. ഇതൊന്നും ദീന് പഠിപ്പിച്ചതല്ല. മൻകാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫിഹാ വഹും ഫിഹാ ലാ യുബ്ഖസൂൻ. ആരാണോ ദുനിയാവും ദുനിയാവിന്റെ അലങ്കാരങ്ങളും ആഗ്രഹിച്ചത്, അതിനെ പടച്ചറബ് പൂർത്തിയാക്കി നൽകുന്നതാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ആഗ്രഹിച്ചവർക്ക് ദുനിയാവ് നൽകും. ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ ആഗ്രഹിച്ചവർക്ക് പടച്ചറബ് ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ നൽകും. അവർക്കതിൽ കുറവ് വരുത്തുകയില്ല. പക്ഷേ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, നാളെ പരലോകത്ത് അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ ഫിഹാ വബാതിലും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തു വെച്ചത് മുഴുവൻ പൊളിഞ്ഞു പോവുകയാണ്. കണ്ടോ, അങ്ങനത്തെ ആൾക്കാർക്ക്, ദുനിയാവ് ആഗ്രഹിച്ച് ദീനും പറയാൻ നടന്ന മനുഷ്യന്മാർക്ക് നാളെ പരലോകത്ത് നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ദുനിയാവിന് കിട്ടും, നല്ല പണ്ഡിതനാന്ന് പറയും, നല്ല ആലിമാണ് പറയും, നല്ല വ്യക്തിയാണെന്ന് പറയും. ആഗ്രഹിക്കണം അതാണ്. ഇവിടുത്തെ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളാണ്, ഇവിടുത്തെ കിട്ടുന്ന അവസരങ്ങളാണ്. പരലോകമല്ല ആഗ്രഹിക്കണത്. പരലോകം ആഗ്രഹിച്ച സത്യം പറയും ജനങ്ങളുടെ മുന്നിൽ. അവിടെ ആളുകളുടെ സൗകര്യം, ആളുകളുടെ ഇഷ്ടാനിഷ്ടൊന്നും പരിഗണിക്കൂല. എന്താണോ ദീൻ അത് വെട്ടി തുറന്നാണ് പറയാ. ആളുകൾ സ്വീകരിച്ചു, ഇതൊന്നും ദീനിൽ പ്രസക്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞെന്താ? താങ്കൾ ഉത്ബോധിപ്പിക്കുക, വേണ്ട വിശ്വസിച്ചാൽ മതി. ഫമൻ ശാഅ ഫല്യഅ്മിൻ ഫമൻ ശാഅ ഫല്യക്ഫുർ. ആവശ്യമുള്ള വിശ്വസിച്ചോട്ടെ, ആവശ്യമില്ലാത്തോനെ അവിശ്വസിച്ചോട്ടെ. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ സത്യം പറയണം. ദീനിന്റെ യഥാർത്ഥം എന്തോ അത് ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. അല്ലാഹുവേ, ഉപകാരമില്ലാത്തൊരു അറിവ് അത് എനിക്ക് നൽകരുത്. അതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. നമുക്ക് അറിവുണ്ടായിട്ട് അതൊരു ഉപകാരമില്ല. അമലില്ലാത്ത ഒരു ഇൽമുണ്ടായിട്ട് കാര്യമില്ല. അമലില്ല, ഇൽമുണ്ട്, അതുകൊണ്ട് അമൽ ചെയ്യണില്ല. അതുപോലെ തന്നെ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഭയഭക്തി ഇല്ലാത്ത ഹൃദയം പടച്ച റബ്ബേ എനിക്ക് നൽകരുത്, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്ര കിട്ടിയാലും മതി വരാത്തൊരു മനസ്സ്, അല്ലാഹുവേ അതിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന ഉണ്ടോ? അങ്ങനത്തെ ഒരു പ്രാർത്ഥനയും പടച്ചോൻ എനിക്ക് നൽകരുത്. അതിനൊക്കെ രക്ഷ ചോദിക്കാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ഭയഭക്തിയുള്ള ഹൃദയ വേണ്ടത്. അതുപോലെ തന്നെ ഉപകാരമുള്ള അറിവാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, റബ്ബി സിദ്നി ഇൽമ, പടച്ചോനെ എനിക്ക് അറിവ് വർദ്ധിപ്പിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കണം പടച്ചോനോട്. ദീനീപരമായ അറിവ് വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആ നിലക്ക് അറിവ് നേടുന്നവരായി നമ്മൾ മാറുക, അറിവിന്റെ മാർഗത്തിൽ നമ്മൾ പ്രവേശിക്കുക. ദിനേന വിശുദ്ധ ഖുർആന്റെ ഒരായത്തെങ്കിലും നമ്മൾ പഠിക്കുക. അതിനൊന്നും ആരുടെ സഹായം ആവശ്യമില്ല, ഒരു 10 മിനിറ്റ് ആവശ്യമില്ല.
ഒരു മാസം ഒരു 30 ആയത്തെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയണം. ഒരു വർഷം 365 ആയത്ത് നമുക്ക് പഠിക്കാൻ കഴിയും. ഇന്നൊക്കെ നമുക്ക് എത്ര ആയത്തെ കൂട്ടി ഹിഫ്ളുള്ളത്? വളരെ കുറവാണ്. അവസാന സൂറത്തുകളുടെ പോലും അർത്ഥം അറിയില്ല. അപ്പൊ ഈ റമളാനിൽ ആ നിലക്കുള്ള ഖുർആൻ ഓതുന്നതോടൊപ്പം അത് പഠിക്കാനും അതിന്റെ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാൻ, അതൊന്ന് മനസ്സിൽ നമ്മൾ പഠിച്ചു വെക്കാനും അതിനു കൂടി നമ്മൾ സമയം കണ്ടെത്തുക. ദീന് പഠിക്കുക. എന്താണ് തൗഹീദ്, എന്താണ് സുന്നത്ത്, എന്താണ് ആഖിറത്ത്, പരലോകത്തെ അവസ്ഥ എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കുക. എത്രയോ പുസ്തകങ്ങൾ ലഭ്യമാണ്, എത്രയോ പ്രസംഗങ്ങൾ ലഭ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ പോലും ലഭ്യമാണ് സുഹൃത്തുക്കളെ. അതൊക്കെ ഉപയോഗപ്പെടുത്തി പഠിക്കുക. കാരണം നമ്മൾ ഒറ്റക്കാണ് പടച്ചവന്റെ മുന്നിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഒറ്റക്കാണ്, ഒരാളുണ്ടാവും. എല്ലാവരും ഉണ്ടാവും, ആപ്പയും ഉമ്മയും, പക്ഷെ ആരും ആരെയും സഹായിക്കൂല. എല്ലാവരും ഒറ്റക്കായിരിക്കും. അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മൾ അറിയേണ്ടത് അറിഞ്ഞ്, പഠിക്കേണ്ടത് പഠിച്ച് മുന്നോട്ട് പോയി അതനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ നിലക്ക് ദീന് പഠിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ SP നഗറിൽ നമ്മുടെ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ തളങ്കരയുള്ള മുസ്തഫാക്ക, അതുപോലുള്ളവരൊക്കെ ആ ഹോസ്പിറ്റലിലാണ്. അവരൊക്കെ രോഗത്തിന്റെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ എത്രയോ അനുഗ്രഹീതരാണ് സുഹൃത്തുക്കളെ. ഈ റമളാനിന്റെ രാപ്പകലുകളിൽ പോലും അവർ മരുന്നിന്റെ മണമുള്ള ഹോസ്പിറ്റലുകളിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയ സഹോദരി സഹോദരന്മാർ അള്ളാഹു അവരുടെ ഖബറുകളെ വിശാലമാക്കുകയും അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളും ഇടപാടുകളിലും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പുകാർക്കായി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല നോമ്പുകാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.